എല്ലാവർക്കും ബോട്ടണി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ 5th ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്ത് സജഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് എടുത്ത് ഈ ഒരു പ്രസൻറ്റേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്താണെന്ന് നോക്കിയേടാ. എന്താണ്? കേരള ഹാസ് ദ ലോവസ്റ്റ് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. കേരളത്തിലാണ് ഏറ്റവും കുറവ് ശിശു മരണനിരക്ക് രേഖപ്പെടുത്തിയത്. നോക്കിയേ, കേരളത്തിൽ വീണ്ടും നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ശിശു മരണനിരക്ക് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ലോവസ്റ്റ് റെക്കോർഡ് ചെയ്തപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കണക്കിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിപ്പെട്ടത്? നോക്കാം. എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും, എന്തായിരിക്കാം കേരളത്തിൻ്റെ ഈ ഒരു നേട്ടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. നോക്കിയേടാ. ഒന്ന്, ഏറ്റവും കൂടുതൽ, അതായത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് അഥവാ വിദ്യാഭ്യാസമുള്ളത്, ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളിൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് അത് ഏതാണടാ? നമ്മുടെ കേരളം. ഇനി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള, ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള ഒന്ന് നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 2, അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും നല്ല കെയർ കിട്ടുന്ന ഹെൽത്ത് സെൻ്ററുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ പബ്ലിക് ഹെൽത്ത് പ്രോജക്റ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ബെസ്റ്റാണ്. അതുമാത്രമല്ല, ഗർഭിണിയായിട്ടുള്ള ഓരോ സ്ത്രീകൾക്കും പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നിവയും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ആക്സസ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് എല്ലാത്തിനെയും പറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വുമൺ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് ഏറ്റവും നല്ല അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ തന്നെ നല്ല ചൈൽഡ് ഹെൽത്ത് കെയർ സെൻ്ററുകളുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പ് നല്ല രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് പ്രോജക്റ്റുകൾ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പോഷകാഹാരം ഈ ഒരു പ്രഗ്നൻസി സമയത്തും അല്ലെങ്കിൽ ആ പ്രസവത്തിന് ശേഷമൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലുള്ള നല്ലൊരു വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്ത് കെയർ, എന്തൊരാവശ്യത്തിനും ഒരു കെയർ കിട്ടുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് എന്തിലേക്ക് കലാശിക്കും? ഏറ്റവും കുറഞ്ഞ ശിശു മരണനിരക്കിലേക്ക് തന്നെ നയിക്കും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഓരോ വാർഡിലും ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ സേവനം നമുക്ക് ആ അമ്മയ്ക്കും കുട്ടിക്കും ഒരു അമ്മയ്ക്ക് അതിൻ്റെ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ അതിനുശേഷം പ്രഗ്നൻസി കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ടൈമിൽ എപ്പോഴും ഒക്കെ ഈ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകരുടെ കെയർ വളരെ നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിക്കുമ്പോൾ വളരെ കുറവ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇനി ഈ ബോക്സ് നോക്കിയടാ. ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ഗേൾസ് എൻഷ്യൂർ ദ സേഫ്റ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അതായത് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സമൂഹത്തിലുള്ള പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭാവി തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ തലമുറയിലെ ഇപ്പോൾ പ്രത്യുൽപാദന ശേഷിയുള്ള യുവതികൾ അവരിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും മികച്ച കണ്ടീഷൻസ് കിട്ടിയാലേ നമ്മുടെ ഭാവി തലമുറ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാനപരമായ അവകാശമാണ് ഏറ്റവും മുന്തിയ ഗുണനിലവാരമുള്ള ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ്. ഏതൊരു സ്ത്രീക്കും ഏറ്റവും മികച്ച ഹെൽത്ത് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ് ഹെൽത്ത് കെയർ തന്നെ നമ്മൾ കൊടുക്കണം. അത് ആ ഒരു സ്ത്രീയുടെ അവകാശമാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു നമ്മുടെ എന്താണ് റീപ്രൊഡക്റ്റീവുമായി ബന്ധപ്പെട്ട ആ പ്രോസസ്സുകളും എങ്ങനെയൊക്കെ എന്താണ് ആ ഹെൽത്ത് കെയർ എങ്ങനെ എത്തിക്കണം, അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ചൂഷണത്തെയും പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. ഇനി നോക്കിയടാ, നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി നല്ല പ്രോഗ്രസ് ഒക്കെ അറ്റൈൻ ചെയ്തു. ലോകത്ത് എല്ലായിടത്തും പ്രോഗ്രസ് അറ്റൈൻ ചെയ്തു. ഇപ്പം ചില ഭാഗങ്ങളിൽ ഇനിയും അറ്റൈൻ ചെയ്യാനിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പ്രോഗ്രസ് കിട്ടിയ സ്ഥലമായാലും പ്രോഗ്രസ് ഇത്തിരി കുറവുള്ള സ്ഥലമായാലും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആൺ പെൺ എന്ന് പറഞ്ഞൊരു വേർതിരിവ് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, അവരുടെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു വളരെ ഏർലി സ്റ്റേജിൽ തന്നെ. അല്ലെങ്കിൽ ഒരു പ്രായമെത്തുമ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചയക്കണമെന്നൊരു നോം തന്നെ ഉണ്ടായി വരുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, ആ കുടുംബത്തെ നോക്കുക എന്നുള്ള കുടുംബത്തെ നോക്കുക എന്നുള്ളൊരു ചോയ്സ് പെൺകുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഇപ്പോഴും ഇത്രയും മോഡേണും ഡെവലപ്ഡ് ആണെന്ന് പറയുന്ന ഈ സമയത്ത് പോലും പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? കുക്ക് ചെയ്യാൻ, ആഹാരം പാകം ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടുപണികൾ ചെയ്യാൻ. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ വീട്ടിൽ പാകം ചെയ്യണം, വീട്ടുജോലികൾ ചെയ്യണം. ആൺകുട്ടികളാണെങ്കിൽ അവർ കളിക്കാൻ പോകണം, സ്കൂളിൽ പോകണം എന്നൊരു ആൺ പെൺ വേർതിരിവ് ഇത്രയും ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ട് പോലും നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ് അവരൊരു അഡൾട്ടായാൽ പോലും അവർക്ക് ജോലിക്ക് പോകാനുള്ള അവകാശമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള അവകാശം പോലും തൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ സമൂഹമോ തടയപ്പെടുന്നതായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ പല കാര്യത്തിലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിലാവാം, എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സ്വന്തമായിട്ട് ജോലി ചെയ്ത് എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസിൽ ഇതൊക്കെ പോട്ടെ. അവരുടെ ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീക്ക് സ്വന്തമായൊരു ഡിസിഷൻ എടുക്കാൻ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ഡിസിഷൻ എടുക്കുന്നതിൽ പോലും ഇപ്പോഴും എന്ത് നടക്കുന്നുണ്ടടാ, റെസ്ട്രിക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ എത്ര മോഡേൺ ആയിട്ടും ഈ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ആൺ പെൺ വ്യത്യാസം ഒഴിവാക്കി ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതി നമുക്ക് എങ്ങനെ നടപ്പിലാക്കാം? ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ വെദർ ഇറ്റ് ഈസ് ബോയ് ഓർ ഗേൾ എന്നൊരു ബയസ് നമുക്ക് അവിടെ നിന്ന് മാറ്റിവെക്കാം. നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഇത് പ്രൊവൈഡ് ചെയ്യുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഒരു ലീഡർഷിപ്പ് മേഖലയിൽ രണ്ടുപേർക്കും തുല്യ അധികാരം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ പൊസിഷനുകൾ, ഒരു തീരുമാനമെടുക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കുന്ന ലീഡർഷിപ്പ് മേഖലയിലോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് ഒരു സ്ത്രീയെയും പരിഗണിക്കുക, പുരുഷനെ പരിഗണിക്കുന്നത് പോലെ തന്നെ അവർക്ക് അതിനുള്ള കാലിബറും അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെയും പരിഗണിക്കുക. 2, നമുക്ക് എങ്ങനെ ലിംഗനീതി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് നടപ്പിലാക്കാൻ പറ്റും? ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവെയർ അറ്റ് എനി ടൈം. ഒരു പുരുഷന് കഴിയുന്നത് പോലെ സ്ത്രീക്കും സുരക്ഷിതത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഏത് സമയത്തും എവിടെയും പോകാൻ കഴിയണം. അത് മാത്രമല്ല, മൂന്നാമത് നോക്കിയടാ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഈക്വൽ റൈറ്റ്, രണ്ടു പേർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തുല്യമായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിംഗനീതി നടപ്പിലാക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈക്വൽ വേജ്. ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്ത്രീയും പുരുഷനും സെയിം ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടു പേർക്കും തുല്യ വേതനം. ഒരാൾക്ക് വേതനം കുറവ്, ഒരു വേതനം കൂടുതൽ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി വീട്ടുജോലികൾ ചെയ്യുമ്പോഴോ, വീട്ടുജോലികൾ സ്ത്രീകളുടെ പണി മാത്രമല്ല, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഒരു ഫാമിലിയിലുള്ള സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യുക, ഈ വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ ജോലികൾ ഷെയർഡ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തമ്മിൽ ഷെയർ ചെയ്ത് ചെയ്യുക. ഈ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുറപ്പാക്കാം, ലിംഗനീതി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ്, ഈക്വൽ റൈറ്റ്സ് ഫോർ എ ബോയ് ആൻഡ് ഗേൾ നമുക്ക് എന്ത് ചെയ്യാടാ, ഉറപ്പാക്കാം.
അപ്പോൾ നമ്മൾ എന്താണ് ജെൻഡർ ജസ്റ്റിസിനെ പറ്റി പഠിച്ചു. അപ്പോൾ എന്താണ് സെക്സ് ആൻഡ് ജെൻഡർ? നമുക്കതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് നോക്കാം. എന്താണ് സെക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ? ഒരു ഇൻഡിവിജ്വൽ ജനിക്കുകയാണ്. അപ്പോൾ അവരുടെ ബയോളജിക്കൽ ഫിസിക്കൽ ക്യാരക്ടർ അനുസരിച്ച് അവരുടെ ആ ഇൻഡിവിജ്വാലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്സ് എന്ന് പറയുന്നത്. ഒരാൾ മെയിലോ ഫീമെയിലോ ആവുന്നത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ക്രോമസോം, ഹോർമോൺസ്, അതുപോലെ തന്നെ പല എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ക്രോമോസോം, അവരുടെ ക്രോമോസോമിൻ്റെ ഘടന അല്ലെങ്കിൽ ക്രോമോസോമിൻ്റെ എണ്ണം, അത് ഏത് ടൈപ്പ് ക്രോമോസോമാണ്, അവരുടെ ഹോർമോൺസ്, അതുപോലെ തന്നെ അവരുടെ പുറമേ കാണുന്നതും ഇൻറ്റേർണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള പല ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ജനിച്ച കുട്ടി മെയിൽ ഓർ ഫീമെയിൽ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഇതൊന്നുമല്ലാത്ത ബയോളജിക്കലി നോക്കും, ഇതൊന്നും അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അതായത് ചില വ്യക്തികൾ ജനിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ലടാ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫോം ചെയ്യും, പക്ഷേ അത് മെയിലും ആയിരിക്കില്ല ഫീമെയിലും ആയിരിക്കില്ല. ചിലപ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ക്രോമോസോമിൽ മെയിലിൻ്റെ ക്രോമോസോം എന്നും പറയാൻ പറ്റില്ല, ഫീമെയിലിൻ്റെ ക്രോമോസോം നമ്പർ എന്നും പറയാൻ പറ്റില്ല. ക്രോമോസോമിൽ വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം കാണും. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയും. ഏകദേശം 40ഓളം ഇൻ്റർസെക്സ് ടൈപ്പുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സയൻറ്റിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ബൈ ബർത്ത് എന്ത് ഐഡൻറ്റിഫിക്കേഷൻ ആണോ കിട്ടുന്നത് അതിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ബേസിസിലാണ് അത് ചെയ്യുന്നത്? ക്രോമോസോം എങ്ങനെയാണ്, ഹോർമോൺസ് എങ്ങനെയാണ്, അവരുടെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇത് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ മെയിലോ ഫീമെയിലോ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി ചില ആൾക്കാരിൽ മെയിലായിട്ടുള്ള ഓർഗണോ ഫീമെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസോ ഡെവലപ്പ് ആവില്ല, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ ക്രോമോസോം നമ്പറിന് വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷനുള്ള ക്രോമോസോം നമ്പർ ഉണ്ടാവും. അങ്ങനെയുള്ള കാറ്റഗറിയെ നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയും. ഏകദേശം 40ഓളം ഇൻ്റർസെക്സ് കാറ്റഗറീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സയൻറ്റിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ടേമാണ് ട്രാൻസ്ജെൻഡർ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ടേമാണ്. എന്താണ് ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ എന്നൊരു ജനറൽ ആയിട്ടുള്ള ടേമാണ്. അതെന്ത് ചെയ്യുന്നു? ടു ഡിനോട്ട് ഇൻഡിവിജ്വൽസ് ഹൂ ഐഡൻറ്റിഫൈ ദംസെൽസ് ആസ് നോൺ കൺഫോമിങ് ടു ദെയർ സെക്സ് അറ്റ് ബർത്ത്. ഈ ഒരു വ്യക്തി പിറക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം, പക്ഷേ അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള സെക്സിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രായത്തിന് ശേഷം അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ബയോളജിക്കലി മെയിലായിട്ടൊരു വ്യക്തിക്ക് തനിക്കൊരു സ്ത്രീയെ പോലെയാണ് ജീവിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഒരു സ്ത്രീയുടേതാണെന്ന് അയാൾക്ക് തോന്നുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നേടാ? ട്രാൻസ്ജെൻഡർ. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ജനറൽ ആയിട്ടുള്ള ടേമാണ്. എന്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഇൻഡിവിജ്വൽസ് ഹു ഐഡൻറ്റിഫൈ ദംസെൽസ്, അതായത് ജന്മനാ ഉള്ള ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. കാര്യം അവർ തൻ്റെ ബയോളജിക്കൽ ബൈ ബർത്ത് ആയിട്ടുള്ള തൻ്റെ സെക്സ് അല്ലെങ്കിൽ ലിംഗത്തെ എന്ത് ചെയ്യുന്നില്ല, ലിംഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അവർ മറ്റൊരു ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് അവരുടെ മൈൻഡ് കൺവിൻസ് ചെയ്തിട്ടുള്ളൊരു ജെൻഡർ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയിലാണ് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ അവകാശമാണ്. ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ജീവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതാ? ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഈ നമ്മുടെ ആൺ പെൺ വ്യത്യാസം, നമ്മൾ ലിംഗനീതിയൊക്കെ പറ്റി പറഞ്ഞല്ലോ. ഇതിനെല്ലാം കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങളാണ്. സമൂഹം പുരുഷൻ്റെ മേലും സ്ത്രീകളുടെ മേലും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, സ്ത്രീയുടെ ഡ്യൂട്ടികൾ ഇങ്ങനെയാണ്, പുരുഷൻ്റെ ഡ്യൂട്ടി ഇങ്ങനെയാണ്. അവരുടെ സ്കില്ലോ അവരുടെ കഴിവുകളോ വിദ്യാഭ്യാസമോ ഒന്നും അതിലൊരു മാനദണ്ഡമാവാതെ, സ്ത്രീ ആണെങ്കിൽ ഇതൊക്കെയാണ് ഇങ്ങനെയായിരിക്കണം അവർ ജീവിക്കേണ്ടത്, ഇതാണ് അവരുടെ രീതി. പുരുഷനാണെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം ഇതാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ,
ആൺകുട്ടികൾ കരയാൻ പാടില്ല. പിന്നെ പെൺകുട്ടികൾ ചില ജോലി ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില എന്താണ് ടെംപ്ലേറ്റുകൾ അടിച്ചേൽപ്പിക്കുകയാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഈ ടെംപ്ലേറ്റുകളും അല്ലെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എന്തിന് ഫൈനലി കാരണമാവുന്നത്? ജെൻഡറിനനുസരിച്ച് മെയിൽ ഫീമെയിൽ അനുസരിച്ചുള്ള ഡിസ്ക്രിമിനേഷൻ. ഇതെന്തിനെതിരാണെടാ? നമ്മുടെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്കെതിരാണ്. ശരിക്കും സൊസൈറ്റിയിൽ നിന്നുള്ള ഈ പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഇന്നും നമ്മളെ സമൂഹത്തിൽ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നത് കാരണമാവുന്നത്. ആൺകുട്ടികൾ കരയാൻ പാടില്ല, സങ്കടം വന്നാൽ കരഞ്ഞു പോവില്ലേ? ഇനി പെൺകുട്ടികൾ ചില ജോലി ചെയ്യാൻ പാടില്ല. എന്താണ് പല ആൺകുട്ടികളും ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ചെയ്യുന്ന പെൺകുട്ടികൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യില്ല, അയാളുടെ സ്കിൽ അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവരുടെ സ്കില്ലിനും പെക്യുലാരിറ്റീസിനും കഴിവിനുമാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ എന്തിനല്ല കൊടുക്കേണ്ടത്? സമൂഹത്തിൻ്റെ ഒരു ചട്ടക്കൂട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അതിനല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ലിംഗനീതി ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ലിംഗനീതി എന്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു? ഈ ലിംഗനീതിയെപ്പറ്റി ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും മാറ്റാം? ഈ പറഞ്ഞ സൊസൈറ്റിയെ മാറ്റാം. എന്നിട്ട് നമുക്ക് എന്തുറപ്പാക്കാടാ? എന്തുറപ്പാക്കാം? എൻഷുർ ഈക്വൽ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിഗ്നിറ്റി. തുല്യമായ അവകാശങ്ങൾ, അവസരങ്ങൾ, അതുപോലെ മാന്യതയും നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പാക്കാം. ഇനി നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെന്താണ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും ഒന്നും അറിയില്ല. നമ്മളെ വീടും കളികളും എന്ന ലോകത്തിലായിരിക്കുന്നത്. ശരിക്കും ഒരു കുട്ടി എപ്പോഴാണ് ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതിയെ പറ്റിയിട്ടുള്ളൊരു ബോധമുണ്ടാവുന്നത്? ശരിക്കും അവനൊരു വിവേചനമായിട്ടുള്ളൊരു അധികാരം അല്ലെങ്കിൽ അവൻ്റെ അഡോളസെൻസിലാണ്. എപ്പോഴാണ്? അഡോളസെൻസ് അല്ലെങ്കിൽ കൗമാരമാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോഡി ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയൊരു ഫേസാണ്. ഈ സമയത്താണ് നമ്മൾ ഒരു ഡിസ്ക്രിമിനേറ്റീവ് പവർ വരുന്നത്. ഓരോ കാര്യവും നമ്മുടേതായ രീതിയിൽ ചിന്തിക്കും. അതുവരെ നമ്മൾ പാരൻസിൻ്റെ രീതിയിൽ നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫാമിലിയുടെ ഉള്ളിൽ നിന്നുള്ള അവരുടെ രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ അഡോളസെൻസ് അല്ലെങ്കിൽ കൗമാരത്തിലെത്തുമ്പോഴാണ് നമുക്കൊരു ഡിസ്ക്രിമിനേറ്റീവ് പവറും നമ്മൾ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ നടക്കുന്നത്. ആ സമയത്താണ് ശരിക്കും ഒരു കുട്ടി അക്വയർ ചെയ്യുന്നത്, എന്താണ് ജെൻഡർ ജസ്റ്റിസ് അല്ലെങ്കിൽ ലിംഗനീതിയെ പറ്റി അവെയർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയേടാ, അഡോളസെൻസ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘട്ടമാണ് അഡോളസെൻസ്. ഈ ഘട്ടത്തിൽ അവർ എങ്ങനെയുള്ള നോളജാണ് നേടിയെടുക്കുന്നത്? അതാണ് ഭാവിയിൽ അഡൾട്ട് ആവുമ്പോൾ അവരെങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയുള്ള ഒരു മനുഷ്യനായി നിലനിൽക്കുമെന്ന് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം ഒരു കുട്ടിയുടെ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ ഇറ്റ് ഇസ് എൻ വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഫോർ എ ചിൽഡ്രൻ. കാര്യം ഈ സമയത്ത് കൃത്യമായിട്ടുള്ള കൗമാര സമയത്തുള്ള വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ ഭാവിയിൽ സമൂഹത്തിൽ ഒരു നല്ലൊരു വ്യക്തിയായി പോകും. ഇങ്ങനെയുള്ള ഒരു കൂട്ടം വ്യക്തികൾ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ഈ അഡോളസെൻസ് പീരീഡ്? ഈ അഡോളസെൻസ് പീരീഡ് വളരെ കൺഫ്യൂസിങ് ആയൊരു ഘട്ടമാണ്. നിറയെ ഫിസിക്കൽ ചേഞ്ചസ്, സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്, ലൈംഗികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ടീനേജേഴ്സ് അല്ലെങ്കിൽ കൗമാരക്കാരിൽ നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയം അവർ ഭയങ്കര ക്യൂരിയസും ആയിരിക്കും, ആങ്ഷ്യസും ആയിരിക്കും. എന്തും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും എന്തിനെക്കുറിച്ചൊരു ഉത്കണ്ഠയുള്ളൊരു സമയമായിരിക്കും അത്. ഈ സമയം വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ശാസ്ത്രീയമല്ലാത്ത ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. ശാസ്ത്രീയമല്ലാത്ത സോഷ്യൽ മീഡിയയൊന്നോ ഒക്കെ ഉള്ള അശാസ്ത്രീയമായ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഇൻഫർമേഷനൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ചെന്ന് അതിൻ്റെ ട്രാപ്പിലേക്ക് ചെന്ന് നമ്മൾ വീഴരുത്. ആ സോഷ്യൽ മീഡിയയിൽ കണ്ട പല കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കും. അത് ശരിയെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും? റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് കാണിക്കും. ഇനി ഈ ഒരു ഘട്ടത്തിലാണ്
നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? എന്താണ്? ഗുഡ് ടച്ച് അല്ലെങ്കിൽ എന്താണ്? നമുക്ക് നേരെയുള്ള ഒരാളുടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നേരെ ആൺകുട്ടി ആയിക്കോട്ടെ, പെൺകുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് നേരെ ആരെങ്കിലും മോശപരമായൊരു ചേഷ്ടയോ എന്തെങ്കിലും കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഒന്ന് തൊട്ട് തലോടുകയോ, മോശമായി ടച്ച് ചെയ്യുകയോ, നിങ്ങൾക്ക് നേരെ എന്താണ് എന്താണ് നോർമൽ അല്ലാത്ത പരമായിട്ടുള്ള ഒരു ഫിസിക്കൽ ടെംപ്റ്റേഷനോ നിങ്ങൾക്കെതിരെ കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം. അതിനെപ്പറ്റി എന്താണ് നോളജബിൾ ആയിരിക്കണം. അതുമാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യം ഡെവലപ്പ് ചെയ്ത് നോ എന്ന് പറയാൻ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ നിങ്ങൾക്കെതിരെ മോശമായൊരു ഗേസോ ടച്ചോ നിങ്ങൾ എന്താണ് മോശപരമായിട്ടുള്ള ഒരു ചേഷ്ടയോ അല്ലെങ്കിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന എന്ത് കാര്യം നിങ്ങളിലേക്ക് നടന്നാലും ധൈര്യം സംഭരിച്ച് നോ, ഇത് തെറ്റാണ്, ഞാനിതിനെതിരെ പ്രതികരിക്കണം. ആ ഒരു കറേജ് അല്ലെങ്കിൽ ആ ഒരു നോ എന്ന് പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി നേടിയെടുക്കേണ്ട കാലഘട്ടം കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സമയം കൂടിയാണ് എന്ത്, ഈ അഡോളസൻസ് പീരീഡ്. ഇനി നോ എന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി നോ എന്ന് പറയണമെന്ന് പറയാൻ കാരണം, ഇപ്പോൾ പല സിറ്റുവേഷനിലും എന്തെങ്കിലും മോശപരമായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യില്ല, അത് നിങ്ങളുടെ വേർഡ്സും ആക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യില്ല, അതിനെപ്പറ്റി പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ ആ സമയത്ത് മറ്റൊരാൾക്ക് എന്താണ് നമ്മളെ സാമൂഹികപരമായിട്ട് ഒരു ചട്ടക്കൂടുണ്ട്. ഒരു ആൺകുട്ടി ഇങ്ങനെയാണ്, പെൺകുട്ടി ഇങ്ങനെയാണെന്നുള്ള ചട്ടക്കൂടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒതുങ്ങിപ്പോകുന്നു. മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട, മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി, മറ്റുള്ളവർക്കും മാന്യതയുണ്ട്, അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ആ ഡിഗ്നിറ്റിയും ആ സ്വാതന്ത്ര്യവും ആ വാല്യൂവും ആർക്കുമുണ്ട്? നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ഡിമീനർ എന്ത് ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെതിരെ പ്രതികരിക്കണം. സമൂഹം ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കരുത്. കാര്യം നിങ്ങൾക്കും എന്തുണ്ട്? യു ഹാവ് ഫ്രീഡം, യു ഹാവ് ഡിഗ്നിറ്റി ആൻഡ് യു ഹാവ് വാല്യൂ ടു ബി റെസ്പെക്റ്റഡ്. നിങ്ങളും എന്താണ്? ബഹുമാനിക്കാൻ അർഹരാണ്. ഓക്കെ. ഇനി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചുറ്റും ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് നിങ്ങൾക്ക് കിട്ടും. പല വഴി നിങ്ങൾക്ക് പല നോളജുകൾ കിട്ടും. പല രീതിയിൽ വേരിയസ് മീൻസിൽ നിങ്ങൾക്ക് പല നോളജ് കിട്ടും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ കറക്റ്റായിട്ടുള്ളതാണോ എന്ന് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ഇനി അത് മാത്രമല്ല എന്ത് ചെയ്യുക? എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, പാരൻസ്, ടീച്ചേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, സ്കൂൾ കൗൺസിലർമാരിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? സഹായം. നിങ്ങൾക്ക് സ്വന്തമായി പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ട് തേടുക, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് തേടുക, നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുടെ സപ്പോർട്ട് തേടുക. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സ്കൂൾ കൗൺസിലർമാരുടെ അവരുടെ സഹായം എന്ത് ചെയ്യുക? തേടുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലാതെ നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അഡോളസെൻസ് അല്ലെങ്കിൽ കൗമാരമാണ് ഒരു കുട്ടിയുടെ ഏറ്റവും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഈ സമയത്ത് ശരീരത്ത് പല ചേഞ്ചസും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് കുറച്ച് ചേഞ്ചസുകൾ നോക്കാം. ഒന്ന്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഹൈറ്റും വെയിറ്റും കൂടും. നമ്മുടെ ആ ഒരു കുട്ടി എന്ന നിലയിലുള്ള ബോഡി ഷേപ്പ് മാറും. നമുക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വരും, ഹെയർ ഗ്രോത്ത് വരും, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വരും. ഇനി എന്താണ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൺ മെച്യൂർ ആവും. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സൗണ്ട് വോയിസിൽ ചേഞ്ച് വരും. ഇനി സ്വെറ്റിങ് കൂടും, പിമ്പിൾസിൻ്റെ അപ്പിയറൻസ് കൂടും. പിന്നെ അത് മാത്രമല്ല ആ ഒരു കുട്ടിത്തത്തിൽ നിന്നുള്ള കുറേ ഇമോഷണലായിട്ടും മാനസികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? കുറേ വ്യത്യാസങ്ങൾ നമ്മൾ ആ കുട്ടിയിൽ നിന്ന് അഡോളസൻസിലേക്ക് എത്തുമ്പോൾ, കൗമാരത്തിലേക്ക് എത്തുമ്പോൾ മാനസികപരമായിട്ടും കുറേ വ്യത്യാസങ്ങൾ എന്തുണ്ടാവും? നമുക്ക് ഉണ്ടാവും. ഇനി നോക്കാം, എപ്പോഴാണ് ഒരു ആൺകുട്ടിക്ക് പ്യൂബർട്ടി അല്ലെങ്കിൽ കൗമാരം അറ്റൈൻ ചെയ്തെന്ന് പറയാം? എപ്പോഴാണോ ആ ആൺകുട്ടിയിൽ സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്, ഒരു ആൺകുട്ടിയിൽ സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്, അപ്പോൾ ആ ആൺകുട്ടി പ്യൂബർട്ടി അല്ലെങ്കിൽ കൗമാരം ആ ഒരു യങ് ഏജിൽ നിന്ന് ഒരു
അഡൾട്ടുമല്ല യങ്ങുമല്ലാത്തൊരു കണ്ടീഷനിലേക്ക് എത്തി എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. സ്ത്രീകളിലാണെങ്കിൽ പെൺകുട്ടികളിലാണെങ്കിലോ എപ്പോഴാണോ അവർക്ക് മെൻസുറേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സമയം നമുക്ക് എന്ത് പറയാം, അവർ പ്യൂബർട്ടി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയാം. ഈ രണ്ട് ഘട്ടങ്ങളിലും രണ്ടു പേരുടെ ശരീരത്തും, ആൺകുട്ടി ആയിക്കോട്ടെ ബോയുടെ ശരീരത്തും അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ യുണീക്കായിട്ടുള്ള പ്രത്യേകതരം ചേഞ്ചസുകൾ ഉണ്ടാവും. ഇനി നമുക്കതേ നോക്കാം. ആദ്യം നമുക്ക് ആൺകുട്ടികളിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ. നോക്കാടാ. അപ്പോൾ പ്യൂബർട്ടി ആവുമ്പോഴേക്കും നമ്മൾ ആ ഒരു സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ആ ഒരു റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ് ടൈം എത്തുമ്പോഴേക്കും, ഒരു കൗമാരകാലം ആകുമ്പോൾ എന്ത് പറ്റൂടാ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണിൻ്റെ ഗ്രോത്ത്, ആ ഒരു ഗ്രോത്തിൻ്റെ സ്പീഡ് കൂടും. ഈ സമയമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡായിട്ടുള്ള സെമൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണായിട്ടുള്ള പീനിസിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും ബ്ലഡ് ഫ്ലോ കൂടുകയും ഇറക്ഷൻ ഉണ്ടാവുന്ന സമയവും ഈ ഒരു ഘട്ടമാണ്. ഇനി ഈ ഒരു ഘട്ടത്തിൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആൺകുട്ടികളിൽ രാത്രി സമയങ്ങളിൽ സെമൻ അവരുടെ തന്നെ കൺട്രോൾ ഇല്ലാതെ ഉറക്ക സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്യുക. ഈ ഇജാക്കുലേഷൻ മീൻസ് ഈ സെമൻ എന്ത് ചെയ്യുന്നു, പീനസ് വഴി പുറത്തേക്ക് വരുന്നൊരു കണ്ടീഷനും ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ ഒരു ആൺകുട്ടി പ്യൂബർട്ടി അല്ലെങ്കിൽ ആ ഒരു കൗമാര കാലത്തിൽ നേരിടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇനി ഇത് ഓരോ ആൺകുട്ടികളും വ്യത്യസ്ത സമയമായിരിക്കും. ചിലർക്ക് വളരെ യങ് ഏജിൽ തന്നെ, വളരെ ആ ഒരു ആ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് അറ്റൈൻ ചെയ്യും. ചിലരിൽ ഇത്തിരി ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അറ്റൈൻ ചെയ്യുന്നത്. അത് ഓരോ ആൾക്കാരിലും ഓരോ പേസിലും ഓരോ സ്പീഡിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിയുടെ കേസ് വരുമ്പോൾ, ഒരു ഗേളിൻ്റെ കേസ് വരുമ്പോൾ മെൻസറേഷൻ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ആ ഒരു പെൺകുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു നമുക്ക് എന്ത് ചെയ്യുന്നതാ മനസ്സിലാവുന്നു. അപ്പോൾ മെൻസുറൽ ഫേസ് നമ്മുടെ പുരുഷന്മാരിൽ നിന്ന് ഇത്തിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കണ്ടൻ്റാണ്. നമുക്കത് നോക്കാടാ. അപ്പോൾ മെൻസുറൽ ഫേസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയിൽ മെൻസുറേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴാണ് ആ പെൺകുട്ടി മെച്ചുറായി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആവറേജ് ആണ് പറയുന്നത്, 28 ഡേയ്സ് നിൽക്കുന്ന ഒരു സൈക്കിളാണ് മെൻസുറൽ ഫേസ്. നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മെൻസുറൽ ഫേസ്. അതായത് ഒരു പെൺകുട്ടി മെൻസുറേഷൻ നടന്ന് അടുത്ത മെൻസുറേഷൻ വരെയുള്ള ഘട്ടത്തെയാണ് നമ്മൾ മെൻസുറേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് മെൻസുറൽ ഫേസ്. നമുക്കൊരു ആവറേജ് 28 ദിവസത്തെ സൈക്കിളാണ് നമുക്ക് കണക്കാക്കി കഴിഞ്ഞാൽ ഡേ 1 to ഡേ 5 ആണ് മെൻസുറൽ ഫേസ്. അതായത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു ഫീമെയിൽ മെൻസുറേഷൻ നടക്കുന്നു, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് മെൻസുറേഷൻ? നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കി, ഇത് കാണുന്നത് യൂട്രസിൻ്റെ വാളാണ്. അതിൽ ആ 1 തൊട്ട് 5 വരെയുള്ള റെഡ് കളർ പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചേ. ഈ ഒരു ഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെൻസുറേഷൻ ഫേസ് എന്ന് പറയുന്നത്. എന്ത് പറ്റുമോടാ, നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രി അല്ലെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയം എന്ത് ചെയ്യുന്നു, മുന്നേ ഉള്ളൊരു സൈക്കിളിൻ്റെ ഭാഗമായിട്ട് തിക്കായി ഡെവലപ്പ് ചെയ്ത യൂട്രൈൻ ലൈനിങ് എന്ത് ചെയ്യുന്നു ഷെഡ് ചെയ്യപ്പെടുന്നു, എക്സ്പെൽ ചെയ്യപ്പെടുന്നു, ബോഡിയിൽ നിന്ന് ഇളകി പുറത്തേക്ക് പോകുന്നു. ഏത് രൂപത്തിൽ? ഒരു മെൻസുറൽ ബ്ലീഡിങ്ങിൻ്റെ രൂപത്തിൽ. ആ സമയത്ത് യൂട്രസ് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ഈ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ആ പുറമേയുള്ള ലൈനിങ് ഇളകുകയും അതിനെ എക്സ്പെൽ ചെയ്യാൻ സഹായിക്കുന്നു. അതിനെ പുറത്തേക്ക് ഒരു ബ്ലഡ് ഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി ഈ സമയത്ത് ചില ആൾക്കാരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല
അടിവയറ് ഭാഗത്ത് നല്ല വേദനയും നല്ല ഡിസ്കംഫോർട്ടും നേരിടും. കാര്യം എന്താണ്? ഈ ലൈനിങ് പുറത്തേക്ക് പോവാൻ യൂട്രസ് നന്നായി കോൺട്രാക്ട് ചെയ്യുന്ന സമയമാണ്. അതിന് കാരണം എന്താണ്? ഫ്രീക്വൻ്റ് ആയിട്ട് യൂട്രൈൻ കോൺട്രാക്ഷൻ നടക്കുന്നത്. ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്നൊരു കണ്ടീഷനും കൂടെ ഈ സമയത്ത് അനുഭവപ്പെടാം. ഇനി ഈ മെൻസ്ട്രേഷൻ കഴിഞ്ഞ് 5 തൊട്ട് 13 ദിവസം വരെയുള്ള ഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോളിക്കുലാർ ഫേസ്. ഡേ 5 ടു ഡേ 13. ഈ സമയത്ത് ഇവിടെ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു ഹോർമോണും കൂടെ വരുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ FSH. അത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ FSHൻ്റെ പ്രസൻസ് കാരണം ഏകദേശം 5 മുതൽ 20 ഓവറിയിലുള്ള 5 മുതൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഓവറിയിലെ 5 മുതൽ 20 ഫോളിക്യൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവും. ഓരോ ഫോളിക്യൂളിലും എന്തുണ്ടടാ? ഒരു ഇമ്മച്വർ ആയിട്ടുള്ള എഗ് ഉണ്ട്. 5 മുതൽ 20 വരെയുള്ള ഡെവലപ്പ് ചെയ്യുമെങ്കിലും ഏകദേശം ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരു ഫോളിക്കിൾ ഡോമിനൻ്റ് ആവുകയും മെച്ചുവർ ആവുകയും ചെയ്യും. മറ്റുള്ള ഫോളിക്കിളുകൾ ഇല്ലാതാവുകയും ചിലത് ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിളിനെ ഇല്ലാതാവുകയും ചിലത് എന്ത് ചെയ്യുന്നു? റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ 5 മുതൽ 20 ഫോളിക്യൂൾ അതിൻ്റെ ഫോളിക്കുലാർ ഫേസിൻ്റെ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്യുമെങ്കിലും ഒന്ന് മാത്രം ഡോമിനൻ്റ് ആവുകയും മെച്ചുവർ ആവുകയും ചെയ്യും. മറ്റുള്ളത് ഡീജനറേറ്റ് ചെയ്യുകയോ തിരിച്ച് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. ഇനി ഈ സമയത്ത് ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെ ലെവൽ കൂടുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുമോടാ? ഈ എൻഡോമെട്രി, നേരത്തെ മെൻസ്ട്രൽ ഫേസിൽ ഇളകിപ്പോയ എൻഡോമെട്രിയോ എന്ന ലെയർ ഉണ്ടല്ലോ, അത് റിപ്പയർ ചെയ്യപ്പെടുകയും വീണ്ടും തിക്കനാവുകയും ചെയ്യും. ഏകദേശം 4 mm തിക്നെസ് അച്ചീവ് ചെയ്യും? നമ്മുടെ എൻഡോമെട്രിയം അച്ചീവ് ചെയ്യും. ഇതേ സമയം മറ്റ് വ്യത്യാസങ്ങളും കൂടെ നടക്കും. എന്താണ്? ബ്ലഡ് വെസൽ കൂടും. ഫീമെയിലിൻ്റെ സെർവിക്കൽ ഏരിയയിലുള്ള മ്യൂക്കസിൻ്റെ ഉൽപ്പാദനം കൂടും. ഇതെല്ലാം എന്തിനു സഹായിക്കുമോടാ? മെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള സ്പേമിനെ ഫീമെയിലിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ വേണ്ടി എന്ത് ചെയ്യും? ആ ഫീമെയിലിൻ്റെ ബോഡി ഡെവലപ്പ് ആവും. അപ്പോൾ മെൻസുറേഷൻ കഴിഞ്ഞ് 5-ാം ദിവസം തുടങ്ങി 13-ാം ദിവസം വരെ നിലനിൽക്കുന്ന ഘട്ടമാണ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന FSH ആണ് ഇതിന് കാരണമാവുന്നത്. ഈ സമയത്ത് 5 മുതൽ 20 ഓവറിലെ 5 മുതൽ 20 ഫോളിക്യൂൾ, ഓരോന്നിലും ഒരു ഇമ്മച്വർ എഗ് അടങ്ങിയിട്ടുള്ള 20 ഫോളിക്യൂൾ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അവസാനം പക്ഷേ ആ ഒരു സൈക്കിളിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു ഫോളിക്യൂൾ മാത്രം ഡോമിനൻ്റ് ആവുകയും മെച്ചുവർ ആവുകയും ചെയ്യും. അതേസമയം മറ്റുള്ളത് ഇല്ലാതായി പോവുകയും റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് ഈസ്ട്രജൻ ലെവൽ കൂടുന്നു, എൻഡോമെട്രിയത്തിൽ റിപ്പയറിങ്ങും അത് തിക്കനിങ് കട്ടി കൂടി നടക്കുന്നു. എൻഡോമെട്രിയത്തിൻ്റെ കട്ടി 4 mm വരുന്നു. ബ്ലഡ് വെസൽസ് ഇൻക്രീസ് ചെയ്യുന്നു. സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഇതെല്ലാം എന്തിനെ സഹായിക്കുന്നു? സ്പേമിനെ ഉള്ളിലേക്ക് വരാൻ സഹായിക്കുന്നു. ഇനി 3-ാമത്തെ ഘട്ടം, അതാണ് ഓവുലേഷൻ ഫേസ്. ഏകദേശം 14-ാം ദിവസം നടക്കുന്നതാണ്. ഈ സമയത്ത് LH ലൂട്ടനൈസിങ് ഹോർമോൺ എന്നൊരു ഹോർമോൺ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ ഒരു എമൗണ്ട് അങ്ങ് കൂടുന്നു. അതുമാത്രമല്ല ഈസ്ട്രജൻ ലെവൽ കൂടുന്നൊരു സമയവും കൂടെയാണ് എന്ത്? ഈ ഓവുലേഷൻ ഫേസ്. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നടാ? എ മെച്ചുവർ എഗ് ഈസ് റിലീസ്ഡ് ഫ്രം ഓവറിയിൽ നിന്ന് മെച്ചുവറായിട്ടുള്ള ഒരു എഗ്ഗ് ഈ എന്താണ് ഓവറിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. ഈ സമയത്ത് ബോഡി ടെമ്പറേച്ചർ നോർമലി പെൺകുട്ടികളിൽ ഒരു ബോഡി ടെമ്പറേച്ചർ ആ സമയത്ത് കൂടാറുണ്ട്. ഇനി ചില ആൾക്കാരിൽ ആ സമയത്ത് ആ ഒരു പെൽവിക് റീജിയണിൽ അല്ലെങ്കിൽ ആ ഹിപ്പ് പെൽവിക് റീജിയണിൽ ഒരു വേദനയും അനുഭവിക്കാറുണ്ട്. ഇനി സെർവിക്സിൻ്റെ ഭാഗം, ഫീമെയിലിൻ്റെ സെർവിക്സിൻ്റെ ഭാഗത്ത് മ്യൂക്കസ് ക്ലിയർ ആവുന്നു, സ്ലിപ്പറി ആവുന്നു. എഗ് വൈറ്റിൻ്റെ കളറിൽ സെർവിക്കൽ മ്യൂക്കസ് ക്ലിയർ ആവുകയും നല്ല വഴുവഴുപ്പുള്ളതാവുകയും ഒരു എഗ് വൈറ്റ് കളറിലേക്ക് മാറുന്നു. ഇതെല്ലാം എന്തിനാണ് സഹായിക്കുന്നത്? അല്ലെങ്കിൽ കോപ്പുലേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് സ്പേമിന് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഈ ഒരു 14-ാം ദിവസം റിലീസ് ചെയ്യുന്ന എഗ്ഗ്
ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? ഒരു എഗ്ഗ് റിലീസ് ചെയ്ത് 24 അവേഴ്സിനുള്ളിൽ എന്ത് ചെയ്യും? നശിക്കും. ഇനി ഈ ഒരു ഓവുലേഷൻ ഘട്ടം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വരെ 28, ഒരു ആവറേജ് നമ്മൾ 28 പറഞ്ഞത്, ആ ദിവസം വരെയുള്ള ഘട്ടത്തെയാണ് 4ാമത്തെ ഘട്ടം അഥവാ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നു. അപ്പോൾ ഓവുലേഷൻ, അതായത് ഓവുലേഷൻ തുടങ്ങി അടുത്ത മെൻസസ് വരെയുള്ള ഘട്ടത്തെയാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു ഫോളിക്കിൾ ഫോം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഫോളിക്കിൽ നിന്നാണ് എഗ്ഗ് റിലീസ് ചെയ്തെന്ന് പറഞ്ഞു. ഈ എംറ്റി ആയിട്ടുള്ള ഫോളിക്കിൾ എന്തായി മാറുമടാ? കോർപ്പസ് ലൂട്ടിയമായി മാറും. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യും? പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യും. ഈ എഗ്ഗ് പോയിട്ട് എംറ്റി ആയിട്ടിരുന്ന ഫോളിക്യൂള് കോർപ്പസ് ലൂട്ടിയമായി മാറിയതും കൂടെ മാറി ഈ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും കൂടെ വീണ്ടും സെക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം വീണ്ടും തിക്കനാവുകയും നിറയെ ബ്ലഡ് വെസലൊക്കെ നിറഞ്ഞ് ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. കാര്യം ഓവുലേഷൻ ഫേസിൽ ചെയ്ത എഗ്ഗ് ഫെർട്ടിലൈസ് ആയി വന്ന് അറ്റാച്ച് ചെയ്യാൻ വരും എന്നുള്ള കണ്ടീഷനിലിരിക്കുകയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ കോർപ്പസ് ലൂട്ടി അതുപോലെ നിലനിൽക്കുകയും പ്രൊജസ്ട്രോണിൻ്റെ കണ്ടന്റ് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാവുകയും യൂട്രൈൻ ലൈനിങ് നിലനിൽക്കും. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ? ഈ കോർപ്പസ് ലൂട്ടിയം, നേരത്തെ പറഞ്ഞ പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോണും ഈസ്ട്രജൻ ഹോർമോണും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലെവൽ കുറയും. എന്ത് ചെയ്യും? എൻഡോമെട്രിയം ഷെഡ് ചെയ്യാൻ തുടങ്ങും. അടുത്ത മെൻസ്ട്രൽ സൈക്കിള് ആരംഭിക്കും. ഇങ്ങനെയാണ് ഒരു ഫീമെയിൽ ഈ ഒരു 4 ഘട്ടങ്ങൾ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് നടക്കുന്നത്. ഈ സമയത്ത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു പെൺകുട്ടിയുടെ മൂഡിനെ ഇമോഷനെയൊക്കെ ബാധിക്കും. ഇനി ഇതിൻ്റെ ലെങ്ത് ഒരു ആവറേജ് ആണ് 28 ഡേയ്സ് പറയുന്നത്. ഒരു 30 to 34 ഡേയ്സ് വരെ പോയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ, നമ്മൾ മെയിലിൻ്റെ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ മെയിലിന് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ മെൻസ്ട്രൽ സൈക്കിളും. അവരുടെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അവരുടെ ന്യൂട്രീഷൻ, പിന്നെ അവരുടെ ജനറ്റിക്കലായിട്ടുള്ള പലവിധ കാരണങ്ങളാൽ ഓരോ വ്യക്തിയിലും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്താ കാണും. ജനറലി ഒരു 28 ഡേയ്സ് ആണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിൾ. ഇനി ആ പിക്ചർ നോക്കിയടാ. അപ്പോൾ ആദ്യത്തെ 5 നമ്മുടെ മെൻസ്ട്രൽ ഫേസ്, അതിനുശേഷം ഉള്ള ഫോളിക്കുലാർ ഫേസ്, ദെൻ ഡേ 14 ഓവുലേഷൻ. നോക്കിയേടാ, ഫോളിക്യൂൾസ് ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ ഫോളിക്യൂളിൽ നിന്ന് 14-ാം തീയതി ഓവുലേഷൻ നടക്കുന്നു. ഈ ഓവുലേഷൻ നടന്നതിന് ശേഷം ആ ഫോളിക്യൂൾ, ഇതിനെയാണ് നമ്മൾ എന്താണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു? വീണ്ടും യൂട്രൈൻ്റെ തിക്കനിങ്. നോക്കിയേ, ഇങ്ങനെ ഇരുന്ന യൂട്രൈൻ കോർപ്പസ് ലൂട്ടിയം വന്നപ്പോൾ നന്നായി തിക്കൻ ചെയ്തു. അവസാനം ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് കോർപ്പസ് ലൂട്ടിയം വീണ്ടും ഡീജനറേറ്റ് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഒരു ലെയർ ഷെഡ് ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 28-30 ഡേയ്സ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു പെൺകുട്ടിയിൽ ഈ മെൻസറേഷൻ അവർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മെൻസറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു. ഇനി ഈ സമയത്ത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ സമയത്ത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ ജെനിറ്റൽ പാർട്ടുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ല കെയർ തന്നെ കൊടുക്കണം. നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളെ നല്ല സോപ്പ് സൊല്യൂഷൻ വെച്ച് തന്നെ എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. ഈർപ്പം ഒഴിവാക്കുക. ഈർപ്പം കൂടിക്കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജെനറ്റൽ ഏരിയാസ്, പ്രൈവറ്റ് പാർട്സിനെ എന്ത് ചെയ്യുക? ഈർപ്പത്തിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുക. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്, അതായത് നല്ല എയർ സർക്കുലേഷൻ തരുന്ന അണ്ടർ ഗാർമെൻറ്റ് ഡെയിലി എന്ത് ചെയ്യുക? ഇടുക. അതുപോലെ തന്നെ ഈ ഏരിയ എന്ത് ചെയ്യുക? ഡ്രൈ ആയിട്ട് ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കുന്ന രീതിയിൽ ഡ്രൈ ആയിട്ട് എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഓരോ സൈക്കിളിലും ഫെർട്ടിലൈസേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നോക്കിയടാ, ഈ ഒരു സൈക്കിളിൻ്റെ കറക്റ്റ് ടൈമിൽ 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യും. അതായത് ഫീമെയിലിൻ്റെ ബോഡിയിലുള്ള എഗ്ഗും
മെയിൽ ഗ്യാമറ്റായിട്ടുള്ള സ്പേമും സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി മീറ്റ് ചെയ്യുകയും അത് എന്ത് ഫോം ചെയ്യുന്നതിന് കാരണമാവും? സൈഗോട്ട് ഫോം ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡിയിൽ നമ്മൾ എന്താണ് ഒരു സ്ത്രീയുടെ ബോഡിയിൽ എഗ്ഗും സ്പേമും വന്ന് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. അപ്പോൾ നമ്മൾ അതിനെ കൺസപ്ഷൻ എന്ന് പറയും. ഈ കൺസപ്ഷനായി പാച്ചുറിഷൻ അഥവാ എന്താണ് ഒരു ബേബി ഡെവലപ്പായി ആ ബേബി എന്ത് ചെയ്യുക, പ്രസവിച്ച് പുറത്തേക്ക് വരിക, പാച്ചുറൈസേഷൻ. ഈ ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്ത് പലതരം ചേഞ്ചസുകൾ നടക്കും. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷനാണ്. അതായത് ആ ഒരു കൃത്യം ഓവുലേഷൻ ഫേസിൽ റിലീസ് ചെയ്ത എഗ്ഗും ആ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുകയും ഒരു സ്പേമും കൂടെ വന്ന് സൈഗോട്ട് ഫോം ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇതാണെന്ത് ആ ഒരു പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ നോക്കാം. എന്ത് ചെയ്യുന്നു? സ്പേം അടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. അപ്പോൾ സെമൻ ഡെപ്പോസിറ്റഡ് ബൈ പീനിസ് ഇൻ വജേന, ഒരു എന്താണ് മെയിൽ ഇൻഡിവിജ്വലിൻ്റെ സെമൻ പീനിസ് വഴി എങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഫീമെയിലിൻ്റെ വജേനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സെമൻ്റെ അകത്ത് 400 ദശലക്ഷം സ്പേമുകൾ ഉണ്ടാവാം. 400 ദശലക്ഷം ഇൻഡിവിജ്വൽ സ്പേമുകൾ നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽ സെമനിൽ കാണാൻ പറ്റും. ഇങ്ങനെ വജനയിലേക്ക് എത്തുന്ന സ്പേം സെർവിക്സ് വഴി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്പേം മൂവ് ചെയ്യുന്നത്? സ്പേമിന് എന്തുണ്ടടാ? ടെയിലുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാലിൻ്റെ സഹായത്തോടെ 1 മിനിറ്റിൽ 1.5 മില്ലിമീറ്റർ എന്ന എമൗണ്ടിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്പേമുണ്ട്. ഏകദേശം 400 മില്യൺ സ്പേം ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് വജേനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിലും ഏകദേശം ഒരു 100 സ്പേം മാത്രമേ ഒവിഡക്റ്റ്, യൂട്രസും കടന്ന് ഒവിഡക്റ്റ് അല്ലെങ്കിൽ എഗ്ഗ് ഇരിക്കുന്ന റീജിയൻ ആയിട്ടുള്ള, അതായത് ഓവറിൽ നിന്ന് എഗ്ഗ് റിലീസ് ചെയ്യും. ഈ എഗ്ഗ് ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലാണ് ഇരിക്കുന്നത്. ഏകദേശം 100 സ്പേമിന് മാത്രമേ എങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളൂ? ഒവിഡക്റ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇനി ബാക്കിയുള്ള സ്പേം എന്ത് ചെയ്യോടാ? ഡിസിൻറ്റിഗ്രേറ്റ്, നശിച്ച് പോവും. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ സമയത്ത് സൈഗോട്ട് ഉണ്ടാവുന്നത്? ഈ വരുന്ന ഓവിഡക്റ്റിലേക്ക് എന്താണ് വജേനയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഒരു 10-100 സ്പേം എങ്ങോട്ടെത്തും? ഓവിഡക്റ്റിലേക്ക് എത്തും. അവിടെ വെച്ച് എന്ത് സംഭവിക്കൂടാ? ഈ സ്പേം എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. ഇനി ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എപ്പോൾ മാത്രമേ ഈ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ? 10 മുതൽ 17, അതായത് മെൻസ്ട്രേഷൻ സൈക്കിൾ തുടങ്ങി 10 to 17, 10നും 17-ാം ദിവസത്തിനും ഇടയിൽ, സൈക്കിളിൻ്റെ 10നും 17 ദിവസത്തിനിടയിൽ സ്പേം വന്നാൽ മാത്രമേ, വജേന വഴി സ്പേം വന്നാൽ മാത്രമേ, ഇൻ്റർകോഴ്സ് നടന്ന് സ്പേം അവിടെ എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത അവിടെയുള്ളൂ. ഇനി എഗ്ഗിൻ്റെ പ്രത്യേകത നമ്മൾ മുന്നേ പറഞ്ഞു. ഒരു എഗ്ഗ് ഏകദേശം റിലീസ് ചെയ്തൊരു 24 hour മാക്സിമം. ഒരു 72 മണിക്കൂർ വരെ എഗ്ഗ് എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. 24 hours ഏറ്റവും ഐഡിയൽ ടൈം. 24 hours നമ്മൾ ഐഡിയലായിട്ട് പറയുന്നത്. ഇനി ഒരുവിധപ്പെട്ട ആൾക്കാരിൽ ഒരു 72 hours വരെയൊക്കെ എന്ത് ചെയ്യുന്നു? ഓവുലേഷൻ കഴിഞ്ഞ് സർവൈവ് ചെയ്യും. ഇനി ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സ്പേം ഫീമെയിൽ ബോഡിയിൽ 48 മണിക്കൂർ വരെ ആക്റ്റീവായിട്ട് നിൽക്കുമെങ്കിലും അതിന് ഓവം അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് എത്ര നേരെ കാണുകയുള്ളൂ? അത് വജേനയിൽ റിലീസ് ചെയ്യപ്പെട്ട് 36 മണിക്കൂർ വരെ ആ കഴിവ് എന്ത് ചെയ്യുള്ളൂ? കാണുകയുള്ളൂ. ഇനി ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: only once of the sperm that reaches the ovum fuses with it. അതായത് 100 കണക്കിന് സ്പേം ഓവിഡക്റ്റിൽ 400 മില്യൺ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വരും, വജേനയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് 100 എണ്ണം ഓവിഡക്റ്റ് വരെ എത്തുമെന്ന് പറഞ്ഞു. അതിൽ ഒരൊറ്റൊരെണ്ണം മാത്രമേ എഗ്ഗ് അല്ലെങ്കിൽ ഓവവുമായി ഫ്യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മുടെ എഗ്ഗിനെ ചുറ്റിപ്പറ്റി ഒരു ലെയറുണ്ട്. ആ ലെയറിൻ്റെ പേരാണ് സോണ പെല്ലുസ് ലെയർ. ഇത് വരുന്ന 100 കണക്കിന് സ്പേമിൽ ഒന്നിനെ മാത്രമേ അകത്തേക്ക് കയറാനും ഫെർട്ടിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ? അനുവദിക്കുകയുള്ളൂ. ഒരു സ്പേം എഗ്ഗിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ലെയറിൽ എന്തുണ്ടാവാൻ തുടങ്ങും?
മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ഈ മാറ്റങ്ങൾ കാരണം മറ്റു സ്പേമുകൾക്കുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു മെക്കാനിസത്തെ നമ്മൾ പറയുന്ന പേരാണ് സോണ റിയാക്ഷൻ. സോണ റിയാക്ഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സമയത്ത് ഒരു ഒരു എഗ്ഗുമായിട്ട് ഒറ്റ സ്പേം മാത്രമേ ഫ്യൂസ് ചെയ്യുകയുള്ളൂ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോണോസ്പേമി. ഇങ്ങനെ ഈ ഒരു മോണോസ്പേമി എന്ന കണ്ടീഷൻ നടന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കറക്റ്റ് നമ്പർ ഓഫ് ക്രോമോസോം നടക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഗ്ഗിനൊരു 23 ക്രോമോസോം കാണും, സ്പേമിന് 23 കാണും. അപ്പോഴേ നമ്മുടെ കറക്റ്റ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്രോമോസോം നമ്പറുമായിട്ട് കറക്റ്റ് ആവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നിൽ കൂടുതൽ സ്പേം വരികയാണെങ്കിൽ ക്രോമോസോം നമ്പറിൻ്റെ എണ്ണം കൂടിപ്പോവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടന്ന എന്ത് ചെയ്യും? ക്രോമോസോം നമ്പർ അബ്നോർമൽ ആവുകയും അതെന്ത് ചെയ്യുന്നു? ആ ഒരു സൈഗോട്ടിൽ അബ്നോർമാലിറ്റികൾ ഉണ്ടാവുകയും ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ മിസ്കാരേജോ അബോർഷൻ ആവാനുള്ള സാധ്യതയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ എഗ്ഗിൻ്റെ ഔട്ടർ ലെയറിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള സോണ പെല്ലിസിലയുടെ ഒരു മെക്കാനിസം, സോണ റിയാക്ഷൻ എന്നൊരു മെക്കാനിസം ഉള്ളത് കാരണം ഒരു സ്പേം മാത്രമേ എഗ്ഗുമായിട്ട് എന്ത് ചെയ്യുള്ളടാ? ഫ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ കുട്ടിയുടെ സംശയം നോക്കിയടാ. സൈഗോട്ട് ഒരു സിംഗിൾ സെല്ലാണ്, ഒരൊറ്റ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ സെല്ലാണ്, ഒരൊറ്റ സിംഗിൾ സെല്ലാണ് നമ്മുടെ സൈഗോട്ട്. ഒരു സൈഗോട്ട് എന്ന സിംഗിൾ സെല്ല് എങ്ങനെയാണ് ജനിക്കുന്ന കുഞ്ഞൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണോ? അല്ലല്ലോ. നല്ല എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്തൊരു മൾട്ടി സെല്ലർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചൊരു കുഞ്ഞു ബേബി ആയിട്ട് മാറുന്നത്. നോക്കാം. അപ്പോൾ നോക്കിയടാ, ഇതാണ് ഈ ഒരു പോർഷനാണ് നമ്മുടെ ഓവറി. നമ്മുടെ ഓവറിയിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ്. ഈ കാണുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ യൂട്രസ്. അപ്പോൾ ഓവറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓവുലേഷൻ നടക്കുന്നു. ആ ഒരു ഫോളിക്കിളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓവം റിലീസ് ചെയ്യുന്നു. ഈ ഓവം ഓവിഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ യൂട്രസിൽ നിന്ന് വന്ന സ്പേം വന്ന് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്ത് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന് എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ സെല്ല് 2 സെല്ലാവുന്നു, 2 4 അങ്ങനെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് മോറുല എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് വരുന്നു. ഈ മോറുല വീണ്ടും ഡെവലപ്പ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നു? വീണ്ടും ഡിവിഷനൊക്കെ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നടാ? നേരെ യൂട്രസിൽ വന്ന് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ കയറി എന്ത് ചെയ്യുന്നടാ? ഇംപ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഗോട്ടിൻ്റെ ഗ്രോത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഓവറിയിൽ നിന്ന് ഓവിഡക്റ്റിലേക്ക് ഓവം റിലീസ് ചെയ്യുന്നു. ഈ ഓവം ഓവിഡക്റ്റിൽ വെച്ച് സ്പേമുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറുന്നു. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് മോറുല സ്റ്റേജിലെത്തുന്നു. വീണ്ടും ഡിവിഷൻസ് നടന്നു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലെത്തുന്നു. ഫൈനലി ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ആയതിനു ശേഷം നമ്മുടെ യൂട്രസിൻ്റെ ഏറ്റവും പുറമെയുള്ള ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ കയറി അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ് നോക്കാം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? സൈഗോട്ടിൽ സെൽ ഡിവിഷൻ നടക്കുന്നു. ഒരു 16 മുതൽ 32 സെല്ല് വരെയുള്ള കണ്ടീഷൻ ആവുന്നു. അതിനെ നമ്മൾ മോറുല എന്ന് വിളിക്കുന്നു. എത്ര ദിവസം കൊണ്ട്? ഫെർട്ടിലൈസേഷൻ നടന്ന് 3 മുതൽ 4 ദിവസം കൊണ്ട്. ഇനി ഈ മോറുല എന്തായി മാറുന്നു? ലിക്വിഡ് നിറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നു. 5-ആം ദിവസം 6-ആം ദിവസത്തിനിടയിൽ മോറുല എന്തായി മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ അറ്റാച്ച് ടു ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസിൻ്റെ ഏറ്റവും പുറമേയുള്ള ഇന്നർ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, വളരുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിലുള്ള എൻഡോമെട്രിയവുമായി പറ്റിപ്പിടിച്ച് വളരാൻ ആരംഭിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നേടാ? ഇംപ്ലാന്റേഷൻ. ഈ ഇംപ്ലാന്റേഷൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ഒരു വനിതയിൽ അല്ലെങ്കിൽ ഒരു യുവതിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ടായി നമുക്ക് പറയാൻ പറ്റും. ഈ അറ്റാച്ച് ചെയ്യുന്ന ബ്ലാസ്റ്റോസിസ്റ്റാണ് പിന്നെ എന്തായി മാറുന്നത്? എംബ്രിയോയി മാറി എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഫീറ്റസ് ഈ എംബ്രിയോ പിന്നെ എന്തായി മാറും? ഫീറ്റസ് ആയി മാറും. എങ്ങനെ?
ഗ്രോത്ത് എന്താണ് വളർച്ചയും സെൽ ഡിഫറൻസിയേഷൻ, സെല്ലുകൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പല ഫംഗ്ഷനുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് പല സെല്ലുകളായി മാറി, സെല്ലുകൾ ടിഷ്യൂ ആയി മാറി ടിഷ്യൂ ഓർഗൻ സിസ്റ്റവും ഉള്ള ഒരു ഫീറ്റസ് അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അപ്പോൾ അടുത്ത് ഒരു ഡൗട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെ ഒരു ഫീറ്റസ് അപ്പോൾ ഈ ഒരു ഫീറ്റസ് അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നു, എംബ്രിയോ എന്ന് മാറി ഫീറ്റസ് ആയി മാറുന്നു. എങ്ങനെയായിരിക്കും ഈ ഫീറ്റസിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്? എങ്ങനെയായിരിക്കും ഈ ന്യൂട്രിയൻസ് കിട്ടുന്നതോടൊപ്പം തന്നെ ശരീരത്തിലുണ്ടാവുന്ന വേസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം? നോക്കിയേടാ, ഇല്ലുസ്ട്രേഷൻ 5.3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇല്ലുസ്ട്രേഷൻ 5.3. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രക്ചറുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആളാണ് പ്ലാസൻറ്റ. എന്താണ് പ്ലാസൻറ്റ? നോക്കിയടാ, എ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ബ്ലാസ്റ്റോസിസ്റ്റ് അഡേഴ്സ് ടു യൂട്രൈൻ വാൾ. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ്റെ എൻഡോമെട്രിയത്തിലേക്ക് പറ്റിപ്പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന താൽക്കാലികമായൊരു സ്ട്രക്ചറാണ് പ്ലാസൻറ്റ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എംബ്രിയോയുടെ ടിഷ്യൂവും യൂട്രസിൻ്റെ ടിഷ്യൂവും കൂടിച്ചേർന്നുണ്ടാവുന്ന സ്ട്രക്ചറാണ് പ്ലാസൻറ്റ. അതായത് നോക്കിയടാ, ഈ ഫിംഗർ പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസൻറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾക്കൊടി. ഈ പ്ലാസൻറ്റയിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നേടാ? അംബിലിക്കൽ കോഡ്. പ്ലാസൻറ്റയിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത്. ഓക്സിജനും അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും കുഞ്ഞിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ അംബിലിക്കൽ കോഡ് വഴിയാണ്, പൊക്കിൾക്കൊടി വഴിയാണ്. അതുപോലെ തന്നെ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്തും ഡെവലപ്മെൻ്റ് ഇടയിൽ കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും ഈ അംബിലിക്കൽ കോഡിൻ്റെ സഹായത്തോടെയാണ്. ഇനി അടുത്തതാണ് അമ്നിയോൺ. നോക്കിയേടാ, മെംബ്രെയിൻ അതായത് എംബ്രിയോയുടെ സെല്ലുകൾ കൊണ്ട് ഫോം ചെയ്ത ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു ആവരണം, അതിൻ്റെ തുടക്കകാലത്ത് ആ മൊത്തം ബേബി ഇരിക്കുന്ന ആ ഒരു മൊത്തം ഏരിയയെ കവർ ചെയ്യുന്ന എംബ്രിയോയുടെ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നേടാ? അതിൻ്റെ തുടക്കകാലത്ത് ഡെവലപ്പ് ചെയ്ത കവറിങ്ങിനെയാണ് നമ്മൾ അമ്നിയോൺ എന്ന് പറയുന്നത്. ഇനി ഈ അമ്നിയോണിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് കാണും, ലിക്വിഡ് കാണാം, അതിനെ നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോൺ എന്ന മെംബ്രെയിൻ അല്ലെങ്കിൽ ആവരണത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞ് ഡെവലപ്പിംഗ് സമയത്ത് അതിന് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം എന്നൊരു പ്രോസസ്സ് അവിടെ ഉണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അമ്മയുടെ വയറിലാണ് കിടക്കുന്നത്, ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും തട്ടോ ആ കുഞ്ഞിരിക്കുന്ന ഭാഗത്ത് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും തട്ടോ മുട്ടോ അല്ലെങ്കിൽ അമ്മ എണീക്കുമ്പോഴോ അങ്ങോട്ട് ആയുമ്പോഴോ അനങ്ങുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാം? കുഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും. ആ ഒരു എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് തടയുകയുമാണ് എന്തറിൻ്റെ ഫങ്ഷൻ? അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഫീറ്റസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കുഞ്ഞ് യൂറിനേറ്റിയും ഡെഫക്കേറ്റും ചെയ്യുമോ എന്ന് ഒരു ചോദ്യമുണ്ട്. എന്താണ് അതിൻ്റെ ഉത്തരം? നോക്കിയേടാ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ, വോം മീൻസ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഫീറ്റസ് എന്ത് ചെയ്യുമോടാ? വേസ്റ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേസ്റ്റ് പ്രോഡക്റ്റ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മീക്കോണിയം എന്ന് പറയും, അതായത് ആദ്യ ഒരു എയർലി സ്റ്റേജിൽ, അതായത് അമ്മയുടെ വയറിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം വേസ്റ്റാണ് എയർലി സ്റ്റൂൾ എന്ന് പറയാം, ഒരു തരം എക്സ്റ്റേണൽ വേസ്റ്റാണ് മീക്കോണിയം. ഈ വേസ്റ്റ് എന്ത് ചെയ്യുന്നടാ? നേരെ എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്കാണ്. അമ്നിയോട്ടിക് സാക്കിൻ്റെ അകത്തുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അത് എന്ത് ചെയ്യാണ്? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി കൺസെപ്ഷൻ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോമിൽ ഇംപ്ലാന്റേഷൻ നടന്ന് കുഞ്ഞിൻ്റെ ജനനം വരെയുള്ള ഘട്ടത്തെയാണ് നമ്മൾ ഗസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത്. മനുഷ്യനിൽ ഇത് ഏകദേശം 270-നും 280 ദിവസത്തിലിടയിൽ, ഏകദേശം ഒരു 9 months, നമുക്കൊരു ആവറേജ് 9 മാസം എന്ന് പറയാം. 9 മാസമാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം. ഈ ഒരു പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരീഡ്. അതായത് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ കൺസെപ്ഷൻ നടന്ന് കുഞ്ഞിൻ്റെ ജനനം വരെയുള്ള കാലഘട്ടത്തെയാണ് ഗർഭകാലം അല്ലെങ്കിൽ ഗസ്റ്റേഷൻ പീരീഡ്. അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കാം.
കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 1 മുതൽ 3 മാസം വരെയുള്ള ഘട്ടത്തെയാണ്. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ കൈകാലുകൾ, വിരലുകൾ ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള സെക്സ് ഓർഗൻസും മറ്റു ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആദ്യത്തെ 3 മാസമാണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 4 മുതൽ 6 മാസം വരെയുള്ള കാലഘട്ടത്തെയാണ്. ഈ സമയത്ത് കുഞ്ഞിന് എന്തൊക്കെ ഉണ്ടാവൂടാ? കുഞ്ഞിന് രോമ വളർച്ച ഉണ്ടാവും, തലയിലും ശരീരത്തും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് അനങ്ങുന്ന അല്ലെങ്കിൽ അനക്കം അറിയാൻ പറ്റുന്നൊരു സമയമാണിത്. അത് മാത്രമല്ല ഐലിഡ്സ്, കൺപീലിയും കൺപോളയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്ന കണ്ണുകൾ തുറക്കുകയും കൺപീലിയൊക്കെ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടവും കൂടെയാണ് ഏത്? ഈ ഒരു കാലഘട്ടം. ഇനി ഫൈനൽ പീരീഡാണ് തേർഡ് ട്രൈമസ്റ്റർ, 7 മുതൽ 9 മാസം വരെയുള്ള ഘട്ടം. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ സമയത്താണ് ലങ്സ് കംപ്ലീറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നത്. അതായത് ഭൂമിയിലെ കാര്യം ഇതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യാണ്? കുഞ്ഞ് അമ്മ പ്രസവിച്ച് പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എക്സ്റ്റേണൽ വേൾഡ്, പുതിയ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ സർവൈവ് ചെയ്യണം. അപ്പോൾ ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നു. അത് മാത്രമല്ല എന്ത് പറ്റുന്നടാ? ബോഡിയുടെ സൈസ് കൂടുന്നു. അതുപോലെ തന്നെ എന്തും കൂടുന്നടാ? ശരീരത്തിൻ്റെ ഭാരവും കൂടുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗർഭകാലത്തിൽ 1 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ഹോർമോൺ, ഇതിവിടെ ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോള് വഹിക്കുന്നൊരു ഹോർമോണാണ് HCG ഹോർമോൺ. നമ്മൾ പ്ലാസൻ്റെ അതായത് എംബ്രിയോയുടെ ടിഷ്യൂവും യൂട്രസിലെ ടിഷ്യൂവും തമ്മിൽ ചേർന്ന് പ്ലാസൻ്റൽ ടിഷ്യൂ ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്ലാസൻ്റ സെൽസ് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണിൻ്റെ പേരാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ അല്ലെങ്കിൽ HCG. പ്രഗ്നൻസിയുടെ ആദ്യ ആഴ്ചകളിൽ ഈ ശരീരത്തിൽ HCG ഹോർമോണിൻ്റെ അളവ് എന്ത് ചെയ്യും? പെട്ടെന്ന് കൂടും. ഈ ഹോർമോൺ അല്ലെങ്കിൽ HCG എന്ന ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഈ HCG എന്തും കൂടെ ചെയ്യൂടാ? പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ പ്രഗ്നൻസി നിലനിർത്താനുള്ള ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊഡക്ഷനും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ HCG വളരെ ഹൈ ലെവലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രസൻസ് നമ്മുടെ പ്രഗ്നൻ്റ് ആയ ലേഡിയുടെ യൂറിനിലും കാണാം. അപ്പോൾ യൂറിനിൽ HCG ഉണ്ടോ എന്ന് നോക്കി നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? പ്രഗ്നൻസി കൺഫേം ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണോ എന്ന് വളരെ പെട്ടെന്ന് കൺഫേം ചെയ്യാൻ പ്രഗ്നൻസി കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രഗ്നൻസി കിറ്റ് എന്താണ് ചെയ്യുന്നത്? അതൊരു ഹ്യൂമൻ HCG ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു കിറ്റാണ്. അപ്പോൾ ആ പ്രഗ്നൻ്റ് ആണെന്ന് സംശയിക്കുന്ന ലേഡി തൻ്റെ യൂറിൻ സാമ്പിൾ എടുത്ത് ആ കിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? HCGയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഡിറ്റക്റ്റ് ചെയ്യും. അത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ലേഡി പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഗ്നൻസി കിറ്റിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റ് എന്തിൻ്റെ പ്രസൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്? HCG ഉണ്ടോ HCG ഇല്ലയോ എന്നാണ്. HCG ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്? പ്രഗ്നൻ്റ് ആയൊരു ലേഡിയിൽ മാത്രമേ HCG ഹോർമോൺ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കാര്യം അവിടെ എന്തുണ്ടാവുകയുള്ളൂ? എംബ്രിയോയുടെ സെല്ലും യൂട്രസിൻ്റെ സെല്ലും കൂടി ചേർന്ന പ്ലാസൻ്റൽ സെല്ല് എന്ത് ചെയ്യുള്ളൂ? ഉണ്ടാവുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ഒരു സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെ റാപ്പിഡായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. എന്നാൽ മാത്രമേ കുഞ്ഞ് എന്ത് ചെയ്യുള്ളൂ? വളരെ ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. ഈ വ്യത്യാസങ്ങൾ, ഈ പ്രഗ്നൻസി സമയത്ത് ഈ വ്യത്യാസങ്ങൾ, ഈ ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് കാരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രഗ്നൻസി ഉണ്ടാവുമ്പോൾ അമ്മയിലുണ്ടാവുന്ന മാറ്റങ്ങൾ? നോക്കിയേടാ. 1, ബോഡി വെയ്റ്റ് കൂടുന്നു. യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൻ്റെ തിക്നെസ് കൂടുന്നു. മെൻസുറേഷൻ നിൽക്കുന്നു. ആ 9 മാസം എന്ത് ചെയ്യില്ല? മെൻസുറേഷൻ കാണില്ല. കാര്യം അവിടെ ഒരു ബേബി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP കൂടാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷറിൻ്റെ സഡൻ ആയിട്ടുള്ള ചേഞ്ച് ഹാർട്ട് റേറ്റ് കൂടാനും കുറയാനുള്ള സാധ്യതയുണ്ട്.
ദഹനം വളരെ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ പോലുള്ള ഹേർട്ട് ബേൺ പോലുള്ള പ്രോബ്ലം വരാറുണ്ട്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട്. ബ്രസ്റ്റിൻ്റെ സൈസ് കൂടാൻ സാധ്യതയുണ്ട്. ബ്രസ്റ്റിലെ ടിപ്പായിട്ടുള്ള നിപ്പിൾസ് ഡാർക്കൻ ചെയ്യും. മാമറി ഗ്ലാൻഡെങ്കിൽ ബ്രസ്റ്റ് എന്ത് ചെയ്യുന്നു, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, മൂഡ് സ്വിങ്, ഇമോഷണൽ ആയിട്ടുള്ള എന്താണ് എന്താണ് സങ്കടവും ദുഃഖവും വരിക. ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇൻസ്റ്റെബിലിറ്റി വരിക, എപ്പോഴും ഒരു ആങ്സൈറ്റിയാണ്, ഒരു ഉത്കണ്ഠ പോലുള്ള കാര്യങ്ങൾ. ഇത് ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അമ്മയുടെ ശരീരത്ത് വരുന്നത്. ഈ മാറ്റങ്ങൾ എന്ത് ചെയ്യുമോടാ, പാച്ചുറേഷൻ അഥവാ പ്രസവത്തിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു, ഈ മാറ്റങ്ങളെല്ലാം എന്താണ് മാറി നോർമൽ കണ്ടീഷനിലേക്ക് എത്തും. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഈ ലിസ്റ്റ് ചെയ്ത മാറ്റങ്ങൾ നമുക്ക് ആരിൽ കാണാൻ പറ്റും, അമ്മയിൽ അല്ലെങ്കിൽ ആ വനിതയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസി കാലഘട്ടം വളരെ ടെൻഷനും ഉത്കണ്ഠയും നിറഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള അമ്മമാരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് അവയർനെസ് കൊടുക്കാൻ വേണ്ടി ദിശ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതെന്താണ്, എന്തെങ്കിലും മാനസികപരമായിട്ട് ഈ ഒരു സമയത്ത് മാനസികപരമായിട്ട് പ്രഗ്നൻസിയെ പറ്റിയോ കുഞ്ഞിൻ്റെ ജനനത്തെ പറ്റിയിട്ടോ ആ ഒരു ഗർഭകാലത്തെ പറ്റിയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും കൗൺസിലിംഗ് സർവീസ് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എന്താണ് ഈ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനില്ലാത്തവർ എന്ത് ചെയ്യുക, ആരെങ്കിലും ആ ഹെൽപ്പ് കിട്ടാനില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സർവീസ് അമ്മ മനസ്സെന്ന് പറഞ്ഞ് ഈ കൗൺസിലിംഗ് സർവീസ് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഈ ഗർഭകാലത്ത് അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ അമ്മയെ നമ്മൾ നന്നായി കെയർ ചെയ്യണം. എക്സ്പെക്റ്റിംഗ് മോമിനെ അല്ലെങ്കിൽ ആ മദറിനെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി കെയർ ചെയ്യണം. അതിനെ നമ്മൾ ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറയും. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്യും, തളർച്ച, ഛർദിൽ, ഭയങ്കരമായ ക്ഷീണം, അതുപോലെ തന്നെ ചെറിയ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹൈ BP, ഡിപ്രഷൻ, അങ്ങനെ ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനൊക്കെ ആ സമയത്ത് അവർ നേരിടാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അടുത്തുള്ള പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുക, ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ ഓക്കെയാണ്, ഈ ഒരു ഘട്ടവും കടന്നു പോവും, ഇതൊക്കെ ഈ സമയത്ത് കോമൺ ആണ്, ഇത് ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് അവരെ ഇമോഷണലായിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ ഇഷ്യൂസിന് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ എന്ത് ചെയ്യുക, കെയർ. ഈ ഒരു സമയത്ത് കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും എന്ത് ഉറപ്പാക്കുക എന്താണ്, ഈ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ സ്ത്രീക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് കിട്ടുന്നുണ്ടോ, കൃത്യമായി റെസ്റ്റ് കിട്ടുന്നുണ്ടോ, കൃത്യമായിട്ട് ഓരോ മാസവും കൃത്യമായി ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന്, ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലഘട്ടത്തിലെ ആരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റുകളും ചെക്കപ്പും ചെയ്യുക, കൗൺസിലിങ്ങും സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, നല്ലൊരു ഡയറ്റ് കൊടുക്കുക, കൃത്യമായ പ്രഗ്നൻസി എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിന് എന്ത് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുകയും റെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്താണെടാ, എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഡിസീസ് കണ്ടീഷനൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുക, സാമൂഹികമായിട്ട് നല്ല പോസിറ്റീവായ എൻവയറമെൻറ്റിൽ തന്നെ അവരെ പാർപ്പിക്കുക. പ്രീവിയസ് ആയിട്ടുള്ള പ്രഗ്നൻസി എക്സ്പീരിയൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവരുടെ ആങ്സൈറ്റി, സ്ട്രെസ് ലെവലൊക്കെ എന്ത് ചെയ്യുക, ഈ സ്ട്രെസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്ത് വേണം അവർക്ക് എന്ത് കൊടുക്കാൻ, അവരുടെ കാര്യങ്ങൾ അവർക്ക് കെയർ കൊടുക്കാൻ. ഇനി ആ കെയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ടേം പഠിക്കാനുണ്ട്. ആ ടേമിൻ്റെ പേരാണ് MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ലീഗലി പറഞ്ഞാൽ ലീഗൽ അബോർഷൻ. അതായത് ഒരു കുഞ്ഞിനെ ഗർഭകാലം പൂർത്തിയാവുന്നതിന് മുമ്പ് മെഡിക്കലി ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതിൽ എന്താണ് ചെയ്യുന്നത്,
വളർന്നുകൊണ്ടിരിക്കുന്ന ഗർഭപാത്രത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഫീറ്റസിനെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ മരുന്നുപയോഗിച്ചോ സർജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചോ എന്ത് ചെയ്യുന്നു, ടെർമിൻ ഇല്ലാതാക്കുന്നതിനെയാണ് MTP എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്താണ് ഈ MTP ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യണം. ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ഏജ്, ആ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കോംപ്ലക്സിറ്റി ഉണ്ടോ, ആ ഒരു പ്രഗ്നൻ്റ് വുമൺ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ. എപ്പോഴാണ് MTP ചെയ്യുന്നത്? ഈ MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇപ്പോൾ ആൾക്കാർ കൂടുതലായും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? ആ ഒരു പ്രഗ്നൻസിയിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി കൊണ്ട് അമ്മയുടെ ജീവന് തന്നെ ആപത്തുണ്ടാവുന്ന അങ്ങനെ ലീഗലായിട്ടുള്ള കണ്ടീഷനിൽ അനുവദിക്കുന്ന ഒരു കാര്യമാണ് MTP. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ MTP എങ്ങനെ ചെയ്യുക? ഓൺലി ഡൺ അണ്ടർ സേഫ് ആൻഡ് ലീഗലി, സേഫ് ആയിട്ടുള്ള ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുക. ഇതെന്ത് ചെയ്യാതിരിക്കുക? ഈ ഒരു പ്രൊസീജിയറിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കിയേടാ. നിന്റെ വയറിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. ഇന്നു മുതൽ നീ 2 പേർക്കായി ആഹാരം കഴിക്കണം. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് എപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്നവർ പറയുന്ന ഒരു കാര്യമാണത്. ആഹാരം കഴിക്കണം. എന്താഹാരം കഴിക്കണം? നോക്കിയേടാ. അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, വിറ്റമിൻ ഡി, ഇതൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ്. അതിനു വേണ്ടി എന്ത് കഴിക്കുക? വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, ധാന്യങ്ങൾ കഴിക്കുക, മീൻ, ഇറച്ചി, മുട്ട, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒരു പ്രഗ്നൻ്റ് വുമൻ്റെ ഡയറ്റിൽ വേണം. അതുമാത്രമല്ല, ഈ സമയത്ത് എന്ത് ചെയ്യണം? നിറയെ വെള്ളം കുടിക്കണം. ഇനി എപ്പോഴും ആഹാരം ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് ആഹാരം സെറ്റ് ചെയ്യുമ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ നിറഞ്ഞ ആഹാരം കൂടുതലായി കൊടുക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ ഡൈജഷൻ, ഈ സമയത്ത് അവർ ഡൈജസ്റ്റീവ് ഡിസ്കംഫോർട്ട് നേരിടുന്ന സമയമാണ്, ഡൈജഷൻ നന്നായി നടക്കുകയുള്ളൂ. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം നമുക്ക് തടയാൻ പറ്റും. ഇനി എന്തും കൂടെ നമ്മൾ പ്രഗ്നൻ്റ് വുമൻ്റെ ഡയറ്റിൽ നമ്മൾ എന്തും കൂടെ ശ്രദ്ധിക്കണം? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം. കാര്യം അകത്തൊരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്യണം. ആ കുഞ്ഞിൻ്റെ ബോഡി ബിൽഡിങ്ങിന് എന്ത് വേണം? പ്രോട്ടീൻ വേണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും റിച്ച് ആയിരിക്കണം ഫുഡ്. അമ്മയ്ക്ക് ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് അമ്മയുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻസും മറ്റും നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി വേണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ന്യൂട്രിയൻസ്, അയൺ, ഇങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള സമീകൃത ആഹാരം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിക്ക് കൊടുക്കാൻ. ഇനി ഈ സമയത്ത് എങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണോടാ? അധികം സോൾട്ടുള്ള, ഷുഗറുള്ള, ഫാറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ന്യൂട്രീഷണൽ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്ര പ്ലേറ്റ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് കഴിച്ചു എന്നല്ല, കഴിച്ച ആഹാരത്തിൻ്റെ ക്വാളിറ്റിക്കാണ്, അല്ലെങ്കിൽ ക്വാളിറ്റിക്കാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്തിനേയും കാട്ടി? ക്വാണ്ടിറ്റിയെ കാട്ടി. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏതൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇലക്കറികൾ, ചീര പോലുള്ള ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, ഗ്രെയിൻസ്, റൈസ്, വീറ്റ് പോലുള്ള ഗ്രെയിന്, ഫിഷ്, മീറ്റ്, മുട്ട, പാല്, അതുപോലെ ഡയറി പ്രോഡക്റ്റ്. അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, വിറ്റമിൻ ഡി ഉറപ്പാക്കണം. കൃത്യമായിട്ടുള്ള വാട്ടർ ഉറപ്പാക്കണം. ഫൈബർ റിച്ച് ഫുഡ് കൊടുക്കണം. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഇനി എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ട ഫുഡ്? ഓവറായി സോൾട്ട് കഴിക്കാൻ പാടില്ല, ഓവറായിട്ട് മധുരം കഴിക്കാൻ പാടില്ല, ഹൈ ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ റെഗുലേറ്റ് ചെയ്യണം. ഇനി പ്രഗ്നൻസി പീരീഡ് ആയിക്കോട്ടെ, ഏതൊരു പീരീഡ് ആയിക്കോട്ടെ, എപ്പോഴും സേ നോ ടു ഡ്രഗ്സ്, ടുബാക്കോ, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഈ ലിസ്റ്റ് പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ്, അഡിക്റ്റീവായിട്ടുള്ള ഡ്രഗ്സോ ടുബാക്കോയോ സ്മോക്കിങ്ങോ പോലെ ഒരു സബ്സ്റ്റൻസും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡി എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. സേ നോ ടു ദീസ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ദോഷമാണ്, പുരുഷന്മാർക്കും ദോഷമാണ്.
ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, ഇങ്ങനെയുള്ള ദുശീലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോളിസം, മദ്യപാനം, ഡ്രഗ്സിൻ്റെ ഉപയോഗം, സ്മോക്കിംഗ്, ഇതെല്ലാം എന്തിന് കാരണമാവും? ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവും. സ്ത്രീകൾ നോക്കിയടാ, മെൻസറേഷൻ കറക്റ്റായിട്ട് സൈക്ലിക്കായിട്ട് 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം സൈക്കിളിൽ നടക്കില്ല, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കില്ല. ഇനി പുരുഷന്മാരിലാണെങ്കിലോ, പുരുഷന്മാരും ഈ വക എന്താണ് ഈ ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക്, ഇങ്ങനെയുള്ള ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പേമിൻ്റെ എഫിഷ്യൻസി കുറയും, അതിൻ്റെ മോർട്ടിലിറ്റി അല്ലെങ്കിൽ അതിന് മൂവ് ചെയ്യാനുള്ള കഴിവ് കുറയും. ഇനി പ്രഗ്നൻസി ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ, അതായത് ആ കുഞ്ഞ് കൃത്യമായി ഡെവലപ്പ് ചെയ്യില്ല. ആ വയറ്റിൽ കിടക്കുന്ന ഭ്രൂണത്തിന് എന്തുണ്ടാവും? ഡിസോർഡറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസി പോലുള്ള കണ്ടീഷൻസ്, മിസ്കാരേജ്, അബോർഷൻ ആവാനുള്ള ചാൻസുകൾ ഒക്കെ ഉണ്ടാവും. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡി ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച, കുഞ്ഞിൻ്റെ ബൗദ്ധിക വികാസം, ഇതെല്ലാത്തിലും എന്ത് നേരിടും? പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ, ആൽക്കഹോൾ, സ്മോക്കിങ്, ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ശീലങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇനി നമ്മൾ പ്രഗ്നൻ്റായ ലേഡീസിനെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റാണ്. പീരിയോഡിക്കായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, വെയ്റ്റ്, ഹൈറ്റ്, പ്രഗ്നൻ്റ് വുമൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നോർമലി ഒരു പ്രഗ്നൻ്റ് വുമൺ 2 കിലോ വെയിറ്റ് എങ്കിലും വെക്കണം. അതുകൊണ്ട് തന്നെ, അതായത് പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു പ്രഗ്നൻസി ഒഫീഷ്യലി സ്റ്റാർട്ടായ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ആ സ്ത്രീക്ക് 2 കിലോ എങ്കിലും മാസാമാസം 2 കിലോ എങ്കിലും എന്ത് ചെയ്യണം? വെയിറ്റ് ഗെയിൻ ചെയ്യണം. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ഫാക്ടേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും നമുക്ക് എന്ത് ചെയ്യും? പറ്റും. അതുകൊണ്ട് തന്നെ ഈ പാരാമീറ്റേഴ്സ് കൃത്യമായ ഇടവേളകൾ, റെഗുലർ ഇൻ്റർവെൽസിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? പീരിയോഡിക്കലി ബ്ലഡും യൂറിൻ ടെസ്റ്റും ചെയ്യണം. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം, ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ചെക്ക് ചെയ്യണം, ഗ്ലൂക്കോസും TSH, അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം. ഇനി വല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ, HIV ഇൻഫെക്ഷൻ ഉണ്ടോ, അനീമിയ ഉണ്ടോ, പ്രഗ്നൻസി ഗസ്റ്റേഷനിൽ, അതായത് പ്രഗ്നൻസി കാലത്തുള്ള ഡയബറ്റീസ് ഉണ്ടോ, മലേറിയ പോലുള്ള കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുൾ ഏകദേശം ആ ലേഡിക്ക് എന്തെല്ലാം ടൈപ്പ് ഡിസോർഡറുകൾ വരാണ്ടോ അതെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ബാക്കി ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ലെവലിലാണോ നിൽക്കുന്നതെന്ന് പീരിയോഡിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇനി ഒരു 7 മാസം കഴിഞ്ഞ് യൂറിൻ്റെ ആൽബുമിൻ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പ്രഗ്നൻസി സമയത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഡെവലപ്പ് ചെയ്യാനുള്ള, പ്രീക്ലാംസിയ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 7 മാസം കഴിഞ്ഞിട്ട് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് നടത്തി അതുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഈ ചെക്കിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് എന്ത് കണ്ടെത്താടാ? പരിഹാരം കണ്ടെത്താം. ഇനി അതേപോലെ തന്നെയാണ് അൾട്രാസൗണ്ട് സ്കാൻ. പീരിയോഡിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നു. അമ്മയുടെ ആ ഒരു യൂട്രസ് ഭാഗത്ത് പ്ലാസൻ്റയുടെ പൊസിഷൻ നോക്കുന്നു, ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞ് കൃത്യമായി വളരുന്നുണ്ടോ, എന്തെങ്കിലും ജനിതകമായിട്ടുള്ള അബ്നോർമാലിറ്റി ഉണ്ടോ, ഒന്നിൽ കൂടുതൽ എംബ്രിയോ അവിടെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. ഏകദേശം 8 to 14 വീക്സിൻ്റെ ഇടയിൽ പീരിയോഡിക്കായിട്ട് നമ്മൾ ഒരു 8 to 14 ആഴ്ചയ്ക്കിടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൾട്രാസൗണ്ട് സ്കാനുകൾ ചെയ്യുന്നത്. ഇനി ഈ സമയത്ത് ചില വാക്സിൻസ് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണ്? കുഞ്ഞിനെയും കൂടെ സംരക്ഷിക്കാൻ. ഫോർ എക്സാമ്പിൾ, TT, റുബല്ലയുടെയൊക്കെ വാക്സിൻ കൊടുക്കണം. ഈ TT, റുബല്ലയൊക്കെ ഒരു മദറിന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ അൺഫോർച്ചുനേറ്റ്ലി മദറിന് വരികയാണെങ്കിൽ മദറിനെ ബാധിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആരെ ബാധിക്കും? ആ വയറിൽ, ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് ഈ സമയത്ത് കൃത്യമായിട്ടുള്ള വാക്സിനേഷനും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇനി
വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സ്കാനിങ്ങും ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്കാനിങ്ങുകളും ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട്. ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇത് കൂടുതലും പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് 11നും 13 ആഴ്ചയ്ക്കും ഇടയിലാണ് ചെയ്യുന്നത്. എന്തിനാണിത് ചെയ്യുന്നത്? ഈ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ സ്കാനിങ് ഈ 11നും 13 പ്രഗ്നൻസിയുടെ 11നും 13 ആഴ്ചയ്ക്കിടയിൽ ഒരു സ്കാനിങ്ങും ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ നടത്തി എന്തിൻ്റെ പോസിബിലിറ്റി ചെക്ക് ചെയ്യാം? ഡൗൺ സിൻഡ്രോം പോലെയുള്ള ജനിതകമായിട്ടുള്ള ഡിസോർഡറുകൾ ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഇനി അതിനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങോ അല്ലെങ്കിൽ അമിനിയോസെൻറ്റസിസ് പോലുള്ള നമുക്ക് ആദ്യം വളരെ ഭയങ്കര ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ലാത്ത സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് വഴി ഇതിൻ്റെ പോസിബിലിറ്റി ചെക്ക് ചെയ്യാം 11നും 13 ആഴ്ചയ്ക്കിടയിൽ. അതിൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഈ ഒരു അസുഖം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കോറിയോണിക് വില്ലസ് സാമ്പിളിങ് അല്ലെങ്കിൽ അമിനിയോസെൻറ്റോസിസ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യാം. അപ്പോൾ എന്താണ് കോറിയോണിക് വില്ലസ് സാമ്പിളിങ്? നോക്കാം. ഇത് ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിൽ ക്രോമോസോമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? പ്ലാസൻ്റയ്ക്കകത്തുള്ള ഫിംഗർ പോലുള്ള പ്രൊജക്ഷൻ, പ്ലാസൻ്റ ടിഷ്യൂവിൽ ഫിംഗർ പോലുള്ള വില്ലേ പോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സാമ്പിൾ എടുക്കുന്നു. 10നും 12 ആഴ്ചയിലിടയിൽ, ഗർഭകാലത്തിൻ്റെ 10നും 12 ആഴ്ചയ്ക്കിടയിൽ സാമ്പിൾ എടുത്ത് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റിങ്ങിനെയാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ടെസ്റ്റ് പറഞ്ഞ അമിനിയോസെൻറ്റോസിസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞിരിക്കുന്നത് അമ്നിയോൺ എന്ന ആവരണത്തിൻ്റെ അകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന ലിക്വിഡിൻ്റെ അകത്താണ് നമ്മുടെ കുഞ്ഞ് വളരുന്നത്. ഈ ഫ്ലൂയിഡിൻ്റെ അകത്ത് എന്ത് കാണും? കുഞ്ഞിൻ്റെ ഫീറ്റൽ സെൽസ് കാണും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ചില പ്രത്യേക സിറ്റുവേഷനിൽ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള തകരാറുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ജനിതകമായ തകരാറോ നെർവസ് ആയിട്ടുള്ള നാഡീപരമായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ നെർവിന് എന്തെങ്കിലും എന്താണ് ന്യൂറോൺസുമായിട്ട് നാഡികളിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിലോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിലോ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ് ചെയ്യുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കുഞ്ഞിൻ്റെ സെൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് ആ സെല്ലിനെ എക്സാമിൻ ചെയ്യുന്നു. ആ സെല്ലിനെ എക്സാമിൻ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ജനിതകമായിട്ടുള്ള തകരാറുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ സമയത്ത് നമ്മൾ മുന്നേയും പറഞ്ഞു അമ്മമാർ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു കാര്യം എൻഷുർ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ്, അതായത് ഒരു പ്രഗ്നൻ്റായ സ്ത്രീയുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ഹെൽത്ത് ഓഫീസേഴ്സിൻ്റെ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ കൗൺസിലിംഗ് സിസ്റ്റംസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടെത്താനുള്ള കൃത്യമായ മാർഗരേഖയും വളരെ തുടക്കകാലത്ത് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്താനുള്ള മാർഗരേഖയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വെച്ച് കണ്ടെത്തിയതിന് ശേഷം അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും ഗവൺമെൻറ് അതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ മാതൃശിശു മരണ നിരക്ക് വളരെ കുറഞ്ഞു തന്നെ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. ഇനി ഈ പ്രഗ്നൻസി കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്ടാ? കറക്റ്റായിട്ടൊരു ഗർഭിണിയായൊരു സ്ത്രീക്ക് കൃത്യമായി എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം, എന്ത് ആഹാരം കഴിക്കണം, പ്രഗ്നൻസി സമയത്ത് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഹോം എൻവയറമെൻറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കുടുംബാസൂത്രണം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം ഈ കൗൺസിലിംഗ് വഴിയാണ് ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെ തൊട്ടടുത്തെ ഹെൽത്ത് സെൻറ്ററിലെ ഫീൽഡ് സ്റ്റാഫ്, അതുപോലെ തന്നെ നമ്മുടെ ആ തൊട്ടടുത്ത ആശുപത്രിയിലെ JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ വാർഡിലുമുള്ള ആശാ വർക്കേഴ്സ്, പിന്നെ MLSP മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള അംഗങ്ങൾ, പിന്നെ പബ്ലിക് ഹെൽത്ത് നഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള അംഗൻവാടി സ്റ്റാഫ്, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പ്രഗ്നൻസി ഗർഭകാലത്ത് ആ ഗർഭിണിയായ അമ്മയ്ക്കുള്ള സഹായങ്ങളും മറ്റ് ഹെൽത്ത് കെയർ മറ്റുള്ള കൗൺസിലിങ്ങും മറ്റുമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ ഈ സ്റ്റാഫുകളാണ്. ഓക്കെ,
അങ്ങനെ ഡെവലപ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫൈനലി എന്ത് ചെയ്യണം? ആ ഡെവലപ്മെൻറ്റ് 9 മാസത്തെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് ആ കുഞ്ഞ് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ പ്രസവം. ആ ഒരു പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് പാച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. എന്താണ്? ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്ത് ചെയ്യുന്നു? പ്രഗ്നൻസി അവസാനിക്കുന്നു. പ്രഗ്നൻസി അവസാനിച്ച് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ബേബി ഗർഭപാത്രത്തിൽ നിന്ന് സെർവിക്സും വജൈനയും വഴി പുറത്തേക്ക് വരുന്ന ആ ഒരു നാച്ചുറൽ പ്രോസസ്സിനെയാണ് പാച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒന്നാമത്തെ വാക്കാണ് നോർമൽ ഡെലിവറി. എന്താണ് നോർമൽ ഡെലിവറി? പ്രോസസ് ഓഫ് എക്സ്പെല്ലിംഗ് ഫീറ്റസ്, കുഞ്ഞിനെ പുറത്തേക്ക് എത്തിക്കുന്നു. ത്രൂ ഏത് വഴി? വജൈന വഴി പുറത്തേക്ക് എത്തിക്കുന്നു. എന്തിൻ്റെ സഹായത്തോടെ? യൂട്രസിൻ്റെ ശക്തമായിട്ടുള്ള കോൺട്രാക്ഷൻ. യൂട്രസ് ശക്തമായി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്ത് കുഞ്ഞിനെ വജൈന വഴി പുറത്തേക്ക് എത്തുന്നതിനാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. എപ്പോഴാണോ ഒരു ലേഡിക്ക് പ്രഗ്നൻസി പെയിൻ വന്ന് കുഞ്ഞിൻ്റെ തല കറക്റ്റായിട്ട് ആ വജൈനൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ എത്തുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യൂടാ? യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യുകയും സെർവിക്സ് വികസിക്കുകയും ഡൈലേറ്റ് ചെയ്യുകയും കുഞ്ഞിനെ പ്രസവിച്ച് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ചില സ്ത്രീകളിൽ നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ വരികയോ, അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ നോർമലായിട്ട് കുഞ്ഞ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാതെ വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ അപ്പോൾ സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന സർജറി യൂസ് ചെയ്യും. സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന സർജറി, അതായത് സർജിക്കലായിട്ട് കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. എപ്പോൾ? നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാത്ത സമയത്ത്. ഇത് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാത്ത സമയത്ത് എടുക്കുന്ന ഒരു സർജിക്കൽ സ്റ്റെപ്പാണ്. ഈ ഒരു സി സെക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ടടാ? ഒരു റിസ്ക് ഉണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഹെൽത്തിന് ഒരു റിസ്ക് ഉള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ ചില സമയങ്ങളിൽ നോർമൽ ഡെലിവറി നടക്കാത്ത സമയങ്ങളിൽ ഈ സർജിക്കൽ ആയിട്ടുള്ള സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയ് ചെയ്യുന്നു. ഇനി അങ്ങനെ കുഞ്ഞ് പുറത്തേക്ക് വന്നു. മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം. നമുക്കറിയാം യൂട്രസ് എന്ന യുണീക്കായിട്ടൊരു അവയവത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ വളർച്ചയും ഡെവലപ്മെൻറ്റും ചെയ്യുന്നത്. യൂട്രസ് എത്രത്തോളം സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാരത്തിലേയും കാട്ടി 10-12 കിലോ അഡീഷണൽ വെയിറ്റ്. കാര്യം കുഞ്ഞൊരു 3 കലയിൽ 3 to 3.5 ഒരു എന്താണ് 3 കലയിൽ 2.5 to 3.5 കിലോഗ്രാമാണ് കുട്ടി വരുന്നത്. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടി ഏകദേശം 2 ലിറ്റർ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. പിന്നെ പ്ലാസൻ്റ പോലെ അംബ്ലിക്കൽ കോഡ്, പ്ലാസൻ്റ പോലുള്ള സ്ട്രക്ചേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ യൂട്രസ് എത്രത്തോളം സ്ട്രോങ് ആണ്? എക്സ്ട്രാ ഒരു 10 to 12 കിലോഗ്രാം അഡീഷണൽ വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ യൂട്രസിനുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നോക്കിയാൽ ഈ ഒരു പീരീഡിൽ യൂട്രസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ നോർമൽ സൈസിൽ നിന്ന് 500 മുതൽ 1000 ഇരട്ടി വരെ വലുതാവുന്നു. ഇനി അതുമാത്രമല്ല, കുഞ്ഞിൻ്റെ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് നല്ല ശക്തിയായിട്ട് കോൺട്രാക്റ്റ് ചെയ്ത് അതിന് സഹായിക്കുന്നതും ആരാണ്? നമ്മുടെ യൂട്രസാണ്. ഇനി ഒരു കാര്യം, ഈ ലോകത്ത് എന്താണ് മാതൃത്വത്തെ പോലെ വലുതായിട്ട് വേറൊന്നുമില്ല. ആ മാതൃത്വത്തിൽ എന്തുണ്ടടാ? ആ അമ്മ 9 മാസം 9 months ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു. അതിനെ വേദന അനുഭവിച്ച് പാച്ചുറേഷനിലെ പ്രസവം നടന്ന് പുറത്തേക്ക് എത്തിക്കുന്നു. അതിനെ 2-3 വയസ്സ് വരെ ലാക്ടേറ്റ് ചെയ്ത് പാല് കൊടുത്ത് വളർത്തി വലുതാക്കുന്നു. അപ്പോൾ അത്രത്തോളം ഡിവൈനാണ് എന്ത്? മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം. ഇനി പുറത്തു വന്ന കുഞ്ഞിന് നമ്മൾ എന്താണ് ആദ്യം കൊടുക്കേണ്ടത്? ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാലാണ് കൊടുക്കേണ്ടത്. അത് വളരെ വാല്യുബിൾ ആണ്. ജനിച്ച ഉടനെ തന്നെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇളം മഞ്ഞ നിറമുള്ള മിൽക്കാണ് കൊളസ്ട്രോൾ. ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുക? ബോഡിയിൽ മദറിൽ എന്ത് ചെയ്യും? ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് കുഞ്ഞിന് എത്രയും പെട്ടെന്ന് കൊടുക്കുക. കാര്യം കുട്ടി ജനിച്ചതേ ഉള്ളൂ, അവന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കിട്ടും. എന്ത്?
ഈ ഒരു ഫസ്റ്റ് കാണുന്ന കൊളസ്ട്രം ഇതിൻ്റെ അകത്ത് ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, കുഞ്ഞ് പുറത്തേക്ക് എത്തിയുള്ളൂ, പുറത്ത് നമ്മളിപ്പോൾ നമുക്ക് ഇത്രയും കാലം വളർന്നപ്പോൾ നമുക്കറിയാം എന്തെല്ലാം രീതിയിൽ ഡിസീസ് ഉണ്ടാക്കാനുള്ള ഓർഗാനിസം നമുക്ക് ചുറ്റുമുണ്ടെന്ന്. കുഞ്ഞ് ജസ്റ്റ് പുറത്ത് വന്നേ ഉള്ളൂ, അപ്പോൾ അവന് സ്വന്തമായൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കൊളസ്ട്രോളിൽ ആവശ്യമായിട്ടുള്ള അവൻ്റെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കൊടുക്കണം? കൊളസ്ട്രോൾ കൊടുക്കണം. ഇനി ജനിച്ച 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വേറെ കുറുക്കോ മറ്റ് ലിക്വിഡ് ഫുഡ് ഐറ്റംസോ ജനിച്ച 6 മാസം എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. ഇനി ഒരു കുഞ്ഞിന് അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമെങ്കിലും എന്ത് ചെയ്യുക? മുലപ്പാൽ കിട്ടുക. ഈ ബ്രസ്റ്റ് മിൽക്കിൽ എന്തുണ്ടടാ? ആവശ്യമായിട്ടുള്ള കുഞ്ഞിന് വളർച്ചയ്ക്കും ആദ്യത്തെ 6 മാസം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനും എല്ലാം ഉള്ള ന്യൂട്രിയൻസ് മുലപ്പാലിൽ തന്നെയുണ്ട്. ഇനി ആദ്യത്തെ മുലപ്പാലൊക്കെ കൊടുക്കണം, അതിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് ആൻറ്റിബോഡീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡി എന്ത് ചെയ്യോടാ? പ്രൊട്ടക്ട് ദ ബേബി എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്, ഡയേറിയ, റെസ്പിറേറ്ററി ഡിസീസ്, അലർജി പോലുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് ബേബിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഈ മുലപ്പാലിലൂടെ കിട്ടുന്ന ആൻറ്റിബയോട്ടിക്കാണ്. അതുമാത്രമല്ല കുഞ്ഞിനൊരു ഹെൽത്തി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നിർജ്ജലീകരണം ഒഴിവാക്കാനും ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനും എന്ത് കൊടുക്കണം? ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കുഞ്ഞിന് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മദർ? അതായത് മുലപ്പാൽ കൊടുക്കുന്ന അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്താണ്? ഒന്ന്, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതോടെ അമ്മയും കുഞ്ഞുമുള്ള ഇമോഷണൽ ബോണ്ട് സ്ട്രോങ് ആവും. ഇനി ഈ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുമല്ലോ. ഈ വെയിറ്റ് കുറയാനും ശരീരത്തിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാലറി ബേൺ ചെയ്യാനും സഹായിക്കും. യൂട്രസിനെ വളരെ പെട്ടെന്ന് തന്നെ പ്രീ പ്രഗ്നൻസി സൈസിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും. ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും. പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുകയും ഹെമറേജ് അല്ലെങ്കിൽ ആന്തരികമായിട്ടുണ്ടാകുന്ന രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയാൻ സഹായിക്കും. യൂട്രസിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കും. ഈ സമയത്ത് ഓവുലേഷനെ സപ്രസ് ചെയ്യും. ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം ടൈമിൽ വീണ്ടും പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസും എന്ത് ചെയ്യും? കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട്, മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്കുണ്ടാവുന്ന ഗുണങ്ങൾ. ഇനി ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന് വാക്സിനുകളും കൊടുക്കുക. അതൊരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്. എന്താണ് വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ? അതായത് ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് എന്ത് ചെയ്യുന്നു? കൃത്രിമമായിട്ട് നമ്മൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നടാ? ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ അച്ഛനമ്മമാരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ്? നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളുടെ വാക്സിനേഷൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. എങ്ങനെ നിങ്ങൾക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ എന്ത് കൊടുക്കുകടാ? വാക്സിൻ കൊടുക്കുക. നമുക്ക് എങ്ങനെ വാക്സിനേഷൻ അറ്റൈൻ ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് വാക്സിനേഷൻ സെൻറ്ററിൽ ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്ററിൽ എന്ത് ചെയ്യാം? വാക്സിനേഷന് വേണ്ടി എത്താം. കുഞ്ഞുങ്ങൾക്കും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്കുള്ള എല്ലാ വാക്സിനും എങ്ങനെയാണ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതൊരു റൈറ്റാണ്, ഫ്രീ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഷെഡ്യൂൾ നോക്കുക. ജനിച്ച ഉടനെ തന്നെ BCG, ബാസിലസ് കാൽമെറ്റ്, നമ്മളെ BCG വാക്സിൻ കൊടുക്കുക. OPV കൊടുക്കുക. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുക്കുക. 6 ആഴ്ചയാകുമ്പോൾ OPV1, പെൻഡാവാലൻ്റ് 1, IPV OPV ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുക. IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കൊടുക്കുക. പെൻഡാവാലൻ്റ് 1 എന്ന് പറഞ്ഞ വാക്സിൻ കൊടുക്കുക.
അതിനുശേഷം 10ാം ആഴ്ച OPV2 OPVയുടെ 2ാം ഡോസ്, പെൻറ്റാവാലിൻ്റെ 2ാം ഡോസ്, റോട്ടാ വൈറസിൻ്റെ 2ാം ഡോസ് കൊടുക്കുക. 14 ആഴ്ച OPV3, പെൻറ്റാവാലൻ്റ് 3, IPV2 കൊടുക്കുക. 9ാം മാസത്തിൽ MR1 കൊടുക്കുക. പിന്നെ 9ാം മാസത്തിന് ശേഷം 16-ന് 24 മാസം 2 വയസ്സിന് 2 വയസ്സിനിടയിൽ DPT ബൂസ്റ്ററും OPV ബൂസ്റ്ററും MRും കൊടുക്കുക. അതിനുശേഷം 5-നും 6-നും ഇടയ്ക്ക് DPT ബൂസ്റ്റർ കൊടുക്കുക. പിന്നെ 10ാം വയസ്സിലും 11ാം വയസ്സിലും ടെറ്റനസിൻ്റെയും ഡിപ്തീരിയയുടെയും വാക്സിൻ എടുക്കുക. അപ്പോൾ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഈ ഷെഡ്യൂളിനനുസരിച്ചുള്ള വാക്സിൻ ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ വഴി എന്ത് ചെയ്യുക, കുട്ടിക്ക് കൊടുക്കുക. ഇനി ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു സോഷ്യൽ ഡിസാസ്റ്ററാണ് ടീനേജ് പ്രഗ്നൻസി. കൗമാരത്തിൽ ഗർഭിണിയാവുന്ന ഒരു കണ്ടീഷൻ. 10 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, കൗമാരത്തിലുള്ള ശരീരത്തിന് എന്ത് കാണില്ല, ഈ പ്രസവം എന്ന് പറഞ്ഞൊരു എക്സ്ട്രീം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഫിസിക്കൽ കപ്പാസിറ്റി കാണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കോംപ്ലിക്കേഷനുള്ള ചാൻസ്, ഈ ഒരു ഘട്ടത്തിൽ ഗർഭിണിയാവുന്ന ഒരു കുട്ടിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത പ്രസവ സമയത്തോ അല്ലാതെ ഗർഭകാലത്തോ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു കണ്ടീഷൻ അമ്മയ്ക്കും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ വളരെ അപകടകരമാണ്. രണ്ടുപേരുടെ ആരോഗ്യത്തെ അപകടകരമായിട്ട് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണിത്. അത് മാത്രമല്ല, ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ നിന്ന് ഒരു അഡൾട്ടിലേക്കുള്ളൊരു ഫേസാണ്. ആ സമയത്ത് മദർഹുഡ് പോലെയുള്ള റെസ്പോൺസിബിലിറ്റി നിന്നും ഏറ്റെടുക്കാൻ, അതുമല്ല ആ സമയത്തുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സൈക്കാട്രിക് ആയിട്ടുള്ള ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന പ്രഗ്നൻസിയിൽ മാസം എത്തുന്നതിന് മുമ്പ് പ്രസവിക്കുക, പ്രിമച്യൂർ ബർത്ത്. അതുപോലെ തന്നെ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾ, വെയിറ്റ് കുറഞ്ഞ നോർമലിനെയും കാട്ടി വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമ്മയോ കുഞ്ഞോ മരിക്കാനുള്ള സാധ്യത പോലും ഈ ടീനേജ് പ്രഗ്നൻസിയിൽ കൂടുതലാണ്. ഇനി അഡോളസൻ്റ് അല്ലെങ്കിൽ ഈ കൗമാരകാലത്തുള്ള പ്രഗ്നൻസി എന്തെങ്കിലും സെക്ഷലായിട്ടുള്ള അബ്യൂസ് നടന്നതുകൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാവാം. ഈ ആ കുട്ടി ഒരു സെക്ഷൽ അബ്യൂസ് നേരിടുകയോ അല്ലാതെ ആണ് പ്രഗ്നൻസി ഉണ്ടായതെങ്കിലും ഈ സമയത്ത് ഈ സമയത്ത് ടെർമിനേറ്റ് ചെയ്യാനും പാടാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ എന്തിനാണ് കാരണമാവുന്നത്, അൺസേഫ് ടെർമിനേഷൻ, അല്ലെങ്കിൽ സേഫ് അല്ലാത്ത രീതിയിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആ ഒരു അഡോളസെന്റ് പീരീഡിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് വീഴാതെ നിൽക്കുക. ഇനി നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, സെക്ഷൽ അസാൾട്ട്, ലൈംഗികമായ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അയാളുടെ അവകാശത്തെയും അയാളുടെ ഡിഗ്നിറ്റിയെയും വയലേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ്. ആര് വേണമെങ്കിലും ഇതിനെന്താവാം, ഒരു വിക്ടിം ആവാം. ഒരാളുടെ പ്രായമോ ജെൻഡറോ, മെയിലാണോ ഫീമെയിൽ, ജെൻഡറോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇതിനെന്തല്ല ബാധകമല്ല. ഇനി എപ്പോഴും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക, ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ അത് ഇരയുടെ തെറ്റല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും ഏതൊരു സാഹചര്യത്തിലും അവർക്ക് സംരക്ഷണം ഫീൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം. സോ സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്ന ഒരു ക്രൈമാണ്. അത് എങ്ങനെ സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇൻ ദ കേസ് ആരെങ്കിലും അത് നേരിടുമെങ്കിൽ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇനി ഈ ഒരു ടൈമിൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ അങ്ങോട്ടേക്ക് ചെന്ന് പെടുന്നതും അതുപോലെ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നതും രണ്ടും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്.
നിങ്ങൾക്ക് നേരെ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയമവ്യവസ്ഥയിൽ നിന്നോ എന്ത് ചെയ്യുക? സപ്പോർട്ട് ആർജിക്കുക. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം പോക്സോ ആക്ട് എന്ന് പറഞ്ഞ കർശനമായ നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആർക്കും സഹായമില്ല, ഒരിടത്ത് സഹായമില്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിൽ, അഡോളസെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്ത് സെൻറ്ററിൽ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രോബ്ലംസും നിങ്ങളുടെ ഹെൽത്ത് കൺസേൺസും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? പറയുക. അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 104 എന്ന് ഇതിലേതെങ്കിലും ഒരു നമ്പർ എന്ത് ചെയ്യുക? ചെയ്ത് ഈ സർവീസിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേരിയേഷൻ ഇൻ ബർത്ത് റേറ്റ്. ഒരാൾ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് ആ അമ്മയുടെയും ഡെവലപ്പ് ചെയ്യുന്ന കുട്ടിയുടെയും ആരോഗ്യത്തെ നന്നായി ബാധിക്കും. ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ അത്യാവശ്യം കൂടുതലാണ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള റിസോഴ്സിലും എൻവയോൺമെൻറ്റിലും വ്യത്യാസങ്ങളുണ്ടാകും. ഇനി ചില രാജ്യങ്ങളിലെ പ്രശ്നം എന്താണ്? ബർത്ത് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റ് കുറവുള്ള രാജ്യങ്ങളിൽ എക്സ്ട്രാ ടൈമും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ലോകത്ത് ഓരോ രാജ്യങ്ങളിലും പ്രത്യേകതരം പ്രശ്നമുണ്ട്. ചില രാജ്യങ്ങൾ ഉയർന്ന ബർത്ത് റേറ്റ് കാരണം പ്രശ്നത്തിലാവുകയാണ്. ചിലയിടത്ത് ബർത്ത് റേറ്റ് കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബർത്ത് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ കറൻ്റ്ലി ബർത്ത് റേറ്റ് കൂടുതലാണ്. ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ബർത്ത് റേറ്റ് നിയന്ത്രിക്കാൻ ചില മെത്തേഡുകൾ നമുക്ക് ഇവിടെ അവൈൽ ചെയ്യാം. അങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ പറയുന്ന പേരാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ. നമുക്ക് കുറച്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ നോക്കാം. എന്താണ് കോൺട്രസെപ്റ്റീവ്? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ചില ടെക്നിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസുകളോ അതെന്ത് ചെയ്യുന്നടാ? കൺസെപ്ഷൻ, അതായത് ഫെർട്ടിലൈസ് ചെയ്ത് ഇംപ്ലാന്റേഷൻ എന്ന കൺസെപ്ഷൻ, ഈ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, ഇൻട്രപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ഡിവൈസസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. കുടുംബാസൂത്രണം, ഫാമിലി പ്ലാനിങ്ങിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു. അതുമാത്രമല്ല ഈ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു? കപ്പിൾസിനൊരു ഒരു കപ്പിൾ, ഒരു അച്ഛനും അമ്മയ്ക്കും ഡിസൈഡ് ചെയ്യാം എപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വേണം, ഒരു കുഞ്ഞ് കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞ് അടുത്ത കുഞ്ഞു മതി. ആ ഓപ്പർച്യൂണിറ്റിയാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് കൊടുക്കുന്നത്. ഐഡിയലായിട്ട് ഒരു വീട്ടിൽ ഒരു കപ്പിൾസിന്, ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾ വേണമെന്ന് ഒരു കപ്പിൾസിന് തോന്നുകയാണെങ്കിൽ, ഒരു കുട്ടി കഴിഞ്ഞ് 2 മുതൽ 5 വർഷം 2 to 5 years കഴിഞ്ഞ് അടുത്ത കുട്ടി, ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്ന എപ്പോഴും എന്താണ്? അമ്മയുടെ ആരോഗ്യത്തിനും ആ കുഞ്ഞിൻ്റെ എന്താണ് ആ ഗർഭകാലത്തുണ്ടാവുന്ന ആ കുഞ്ഞിന്, അല്ലെങ്കിൽ ഓരോ ഗർഭകാലത്തുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും അത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ആദ്യത്തെ കുട്ടിക്ക് കൃത്യമായി കെയർ കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ചില കോൺട്രസെപ്റ്റീവ് മെത്തേഡുകളുണ്ട്. ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡുകളുണ്ട്. നോക്കാം. ഒന്നാണ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ഇതെന്ത് ചെയ്യുന്നു? ഇത് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. കഴിക്കുമ്പോൾ ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതൊരു കോണ്ടംസ്. ഇതെന്ത് ചെയ്യുന്നു? സ്പേമിനെ വജനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ തടയുന്നു. മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കാൻ പറ്റുന്ന കോണ്ടംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ ഡൈഫ്രം ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. സ്പേം യൂട്രസിലേക്ക് റീച്ച് ചെയ്യുന്നത് തടയുന്ന ഒരു ഡിവൈസാണ് ഡൈഫ്രം. ഇനി ചില ക്രീമുകളുണ്ട്, സ്പേമിസൈഡ്. ഫീമെയിൽസിൻ്റെ സെർവിക്സ്, യൂട്രസ് ഭാഗത്ത് സ്പേമിസൈഡ് ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സെർവിക്സിലും യൂട്രസിലേക്കും എത്തുന്ന സ്പേമുകളെ ഈ ക്രീം നശിപ്പിക്കും. ഇനി അടുത്ത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന യൂട്രസിൽ അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇതെന്ത് പ്രിവെൻറ്റ് ചെയ്യുന്നടാ? ഇംപ്ലാന്റേഷൻ എന്ത് ചെയ്യുന്നു?
നമ്മുടെ ഇൻ ദ കേസ് എഗ്ഗ് ഡെവലപ്പ് ആയാലും യൂട്രസിൽ പറ്റിപ്പിടിക്കാൻ പറ്റാതെ അത് ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി 2 കുട്ടികളായി, ഇനി കുട്ടികൾ വേണ്ടെങ്കിൽ സർജിക്കലി എന്ത് ചെയ്യാം, നമുക്ക് സർജിക്കലി എന്ത് ചെയ്യാം, സർജിക്കലായിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉണ്ട്. അതിൽ ഫീമെയിൽസിലുള്ളൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, ഫീമെയിൽസിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് ട്യൂബക്ടമി. ട്യൂബക്ടമിയിൽ എന്താണെടാ, നമുക്കറിയാം ഓവറിയിൽ നിന്ന് നമ്മുടെ ഓവിഡക്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, എഗ്ഗ് യൂട്രസിലേക്ക് എത്തുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവിഡക്റ്റിൻ്റെ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും. അപ്പോൾ ഓവം പ്രൊഡ്യൂസ് ചെയ്താലും അത് എങ്ങോട്ടേക്ക് എത്തില്ല, യൂട്രസിലേക്ക് എത്തിയില്ല. യൂട്രസിലേക്ക് എത്താതെ ബേബിയുടെ ഡെവലപ്മെൻറ്റോ, അതുമാത്രമല്ല യൂട്രസിൽ നിന്ന് സ്പേമിന് എങ്ങോട്ടേക്കും എത്താൻ പറ്റില്ല, ഓവിഡക്റ്റിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ എന്ത് ചെയ്യില്ല, നടക്കില്ല. ഇനി പുരുഷന്മാരിലും ഒരു സർജിക്കൽ മെത്തേഡ് വഴി പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ വാസക്ടമി എന്ന് പറയും. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സ്റ്റേണലി പുറമെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന വാസ് ഡിഫേൺസ് എന്ന് പറഞ്ഞ ട്യൂബിനെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇജാക്കുലേഷൻ വരുമ്പോൾ സെമനിൽ എന്ത് കാണില്ല, സ്പേമിൻ്റെ കണ്ടന്റ് കാണില്ല. ഇനി അടുത്തൊരു ടേമാണ് ഇൻഫെർട്ടിലിറ്റി. ഒരു കപ്പിള് ഒരു വർഷം അവർക്ക് കുട്ടികൾ വേണമെന്ന്, അല്ലെങ്കിൽ അവർക്ക് കൺസീവ് ചെയ്യണമെന്ന് ഒരു വർഷമായിട്ട് ശ്രമിച്ചിട്ടും അവർക്ക് നാച്ചുറലി കൺസീവ് ചെയ്യാൻ പറ്റി, നാച്ചുറലി ഒരു കുട്ടിയെ അവർക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, വന്ധ്യത എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ എന്താണെടാ, ഇഫ് എ കപ്പിൾ ഈസ് അണേബിൾ ടു കൺസീവ് നാച്ചുറലി കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈവൻ ആഫ്റ്റർ 1 year ഓഫ് ടൈം, അതായത് അവർ കൺസീവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ട് പോലും അവർക്ക് നാച്ചുറലി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ മെയിൽ പാർട്ട്ണറിലാവാം, ചിലപ്പോൾ ഫീമെയിൽ പാർട്ട്ണറിനാവാം, അല്ലെങ്കിൽ 2 പേർക്കും എന്തുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരികമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കാം ഇവർക്ക് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി കാരണം. ഫോർ എക്സാമ്പിൾ, സ്പേം പ്രൊഡക്ഷൻ്റെ കുറവ്, സ്പേമിൻ്റെ നമ്പറിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം മോട്ടിലിറ്റിയിൽ അത് നന്നായിട്ട് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചില അസുഖങ്ങളെല്ലാം എന്തിന് കാരണമാവാം, പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാവാം. ഇനി സ്ത്രീകളുടെ കേസ് വരുമ്പോഴോ, ഓവുലേഷൻ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഓവുലേഷൻ ഡിസോർഡറുകളാവാം, ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, PCOS പോലുള്ള ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസ്, ഇങ്ങനെയുള്ള PCOS പോലുള്ള കണ്ടീഷനൊക്കെ സ്ത്രീകളിൽ എന്തിന് കാരണമാവുന്നടാ, വന്ധ്യതയ്ക്ക് കാരണമാവുന്നു. ഇനി അവർ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള എന്തെങ്കിലും ടോക്സിൻസോ, പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം, സ്മോക്കിംഗ്, പുകവലി, ഡ്രഗ്സിൻ്റെ ഉപയോഗം, ആൽക്കഹോളിൻ്റെ കൺസപ്ഷൻ, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിലും അതൊക്കെ എന്തിന് കാരണമാവാം, വന്ധ്യതയ്ക്ക് കാരണമാവാം. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് ഹോർമോൺ സെമൻ ടെസ്റ്റ്, ലാബോറട്ടറിയിൽ ഹോർമോൺ സെമൻ ടെസ്റ്റുകൾ നടത്താം, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാം, പിന്നെ ചില ജനറ്റിക് ടെസ്റ്റൊക്കെ നടത്തി എന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ, മെഡിസിൻസ്, അല്ലെങ്കിൽ ART, അസിസ്റ്റൻറ്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസോ, അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF, ടെസ്റ്റ് ട്യൂബ് ബേബി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇന്ന് നമ്മുടെ ടീനേജേഴ്സ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ STIs. അതായത് ഏത് അസുഖങ്ങളാണോ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി, ലൈംഗിക ബന്ധം വഴി അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പാർട്ട്ണറിൽ നിന്ന് അടുത്ത പാർട്ട്ണറിലേക്ക് പോകുന്ന അതിനെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പലതരം ഓർഗാനിസംസ് കാരണം ഉണ്ടാകുന്നുണ്ട്. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നുണ്ട്, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്. കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ് എയ്ഡ്സ്, ക്ലമേഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്.
ജനറ്റിക് ഹെർബ്സ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ HPV, ഹെപ്പറ്റൈറ്റിസ് ബി, ട്രൈക്കോമോണിയാസിസ് കാൻഡിഡിസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്, ഓർത്ത് വെക്കുക. ഇനി ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് പറഞ്ഞതിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻസിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഇത് കൂടാതെ എന്ത് ചെയ്യുക, ജെനിറ്റൽ ഹൈജീൻ, നിങ്ങളെ പ്രൈവറ്റ് പാർട്സ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. എന്തെങ്കിലും ഒരു ലക്ഷണമോ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക. അങ്ങനെ തേടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലം അതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് അത് പകരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ്ട് നമ്മുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STIsന് കോസ് ചെയ്യുന്ന കുറച്ച് ഓർഗാനിസംസ് ആണ്. അതായത് HIV, ഗോണോകോക്കൈ, ട്രെപ്പിനോമ പലേഡി ഇതുപോലുള്ള പാത്തോജൻസ് ആണ് എന്ത് ക്യാരി ചെയ്യുന്നത്, കോസ് ചെയ്യുന്നത്, STIs കോസ് ചെയ്യുന്നത്. ഇനി അതിൽ നമുക്ക് HPV ഇൻഫെക്ഷൻ നോക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇന്ന് ഏറ്റവും കൂടുതൽ ലൈംഗികമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് HPV വൈറസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ആ വൈറസിൻ്റെ പിക്ചറാണ് കാണുന്നത്. ഇതെന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ജെനിറ്റൽ ഏരിയയിൽ വാർട്ട് പോലുള്ള അല്ലെങ്കിൽ എന്താണ് സ്കിന്നൊക്കെ പൊങ്ങി നല്ല ഡ്രൈ കട്ടിയാവുന്നു. അതുമാത്രമല്ല സെർവിക്കൽ ക്യാൻസർ, ലേഡീസിൽ സെർവിക്കൽ ക്യാൻസർ പോലുള്ള ക്യാൻസറിനും കാരണമാകുന്നൊരു പാത്തോജനാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് തുടക്കകാലത്ത് അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് സിംറ്റംസ് രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും. രോഗലക്ഷണങ്ങൾ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഈ ഒരു ഹൈ റിസ്ക് HPV ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ സെർവിക്സിൻ്റെ സെൽസിലൊക്കെ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഡിസീസിനെ സീരിയസ് ആയിട്ട് കണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അൺട്രീറ്റഡ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാതെ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ചേഞ്ചസുകൾ ഈ സെർവിക്കൽ ഏരിയയിൽ ക്രോണിക്കായിട്ട് ക്രോണിക് ഇൻഫെക്ഷൻ കാരണം എന്തുണ്ടാവും, സെർവിക്സിൻ്റെ ഏരിയയിലുള്ള സെല്ലിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് പറയില്ല. ഈ ചേഞ്ച് എന്തായിട്ട് മാറൂടാ, സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മാറും. അതായത് 18 മുമ്പേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കോമൺ ആണ്. അതുമാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികളിൽ വൈറസ് ഇൻഫെക്ഷനും വളരെ സെവിയർ ആയിട്ടുള്ള വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പാപ്സ്മിയർ ടെസ്റ്റോ HPV ടെസ്റ്റിംഗ് വഴി നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിക്കണം, ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ കോമൺ ഡിസീസാണ് സെർവിക്കൽ ക്യാൻസർ. ഇതിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സെക്ഷനിലുള്ള പെൺകുട്ടികൾക്ക് കേരളത്തിലൊക്കെ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഏകദേശം പെൺകുട്ടികൾ 26 വയസ്സ് വരെ ഈ വാക്സിൻസ് എന്ത് ചെയ്യാം, 26 വയസ്സ് വരെ പെൺകുട്ടികളിൽ വാക്സിൻ യൂസ് ചെയ്യാം. ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സ് വരെ വാക്സിൻസ് യൂട്ടിലൈസ് ചെയ്യാം. സ്ത്രീകളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്രോണായിട്ട് നിൽക്കുന്നത്. കാര്യം നിങ്ങൾ ആലോചിക്കണം, ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ വരുന്ന കോമൺ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. വാക്സിനേഷൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം എന്ത് ചെയ്യുക, തേടുക. നമ്മൾ എവല്യൂഷനെ പറ്റിയൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ നമുക്ക് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തെ കാണാൻ പറ്റും. നമുക്ക് പരിണാമത്തിൻ്റെ ചില പാത പ്രത്യുൽപാദനത്തിലും കാണാം, റീപ്രൊഡക്ഷനിലും കാണാം. നോക്കിയേ, നമുക്ക് ചുറ്റുമുള്ള പക്ഷികൾ, മറ്റ് ജീവികൾ ഒക്കെ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്? മുട്ടയിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. എന്നാൽ നമ്മൾ മാമൽസോ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് പാലൂട്ടി വളർത്തുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ്? വെർട്ടിബ്രേറ്റിൻ്റെ ആ ഒരു എവല്യൂഷൻ്റെ പ്രോസസ്സിനെ ആണ് നമ്മൾ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കടാ, ഫിഷ്, നട്ടലുള്ള ജീവികളിൽ മീനുകളും ആംഫീബിയൻസ് ഉഭയജീവികളും എന്ത് ചെയ്യുന്നു?
അതിൻ്റെ ശരീരത്തിൻ്റെ പുറമെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിനുള്ളിലല്ല, പുറത്താണ് നടക്കുന്നത്. എന്ത്? ഫെർട്ടിലൈസേഷൻ. അതായത് എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ എൻവയറമെൻറ്റിലാണ്. അവിടെ നിന്ന് അതിൽ നിന്നും കൂടെ ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസ്, ഉരകങ്ങളിലും പക്ഷികളിലും എങ്ങനെയാണ് നടക്കുന്നത്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന് ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അവരുടെ മുട്ട വെളിയിലാണ് വിരിയുന്നതെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, മുട്ട വെളിയിലാണ് വിരിയുന്നതെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ശരീരത്തിൻ്റെ വെളിയിലാണ്. ഇനി എന്താണ്? എംബ്രിയോ എങ്ങനെയാണ്? ആ മുട്ടയിലുള്ള ന്യൂട്രിയൻസ് വെച്ചിട്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഫിഷിലും ആംഫീബിയൻസിലും എൻറ്റയർലി അതിൻ്റെ ശരീരത്തിന് പുറത്ത് നടക്കുമ്പോൾ റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ മുട്ട പുറമേ ഇട്ട് മുട്ട എക്സ്റ്റേണൽ എൻവയറമെൻറ്റിലാണ് വിരിയുന്നതെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കേസിലും നോക്കുമ്പോൾ ഫിഷും ആംബീബിയൻസും റെപ്റ്റൈൽസും ബേർഡ്സിലും നോക്കി കഴിഞ്ഞാൽ ആ എഗ്ഗിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ സഹായത്തോടെയാണ് എംബ്രിയോ ഫുള്ളി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മാമൽസിലേക്ക് എത്തുമ്പോൾ, നമ്മളെപ്പോലുള്ള മാമൽസ് അല്ലെങ്കിൽ സസ്തിനികളിലേക്ക് എത്തുമ്പോൾ എഗ്ഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ സെല്ലാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതുമാത്രമല്ല, ഫീറ്റസിൻ്റെ കംപ്ലീറ്റ് ഗ്രോത്തും ന്യൂട്രിയൻസും എല്ലാം അമ്മയുടെ ബോഡിയിൽ നിന്ന്, അമ്മയുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ എല്ലാ ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നു. അമ്മയുടെ ബോഡിയിലാണ് മാമൽസിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് നടക്കുന്നു. നോക്കി, ഈ റീപ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് നോക്കിയേടാ. ഈ റീപ്രൊഡക്ഷൻ്റെ പ്രോസസ്സ്, ഈ ഒരു റീപ്രൊഡക്ഷൻ്റെ, മറ്റ് ജീവികളുടെ റീപ്രൊഡക്ഷൻ്റെ, ഈ നട്ടലുള്ള ജീവികളുടെ റീപ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് നോക്കുമ്പോൾ നേച്ചർ എന്ത് ചെയ്യുകയാണ്? ഇവോൾവ് ചെയ്യുകയാണ്. ക്രമേണ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇവോൾവ് ചെയ്യുകയാണ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൺവിൻസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന ലൈഫ് പ്രോസസ്സ് മനസ്സിലാക്കുന്ന വഴി എങ്ങനെയാണ് പ്രകൃതിയിൽ പരിണാമം നടക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ട് പോകുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ കുട്ടികളെ, ഇനി മറ്റ് ജീവികളുടെയും ക്ലാസിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ധൈര്യമായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തു. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.